Good morning, dears. Today we are with the textbook Equip English for Undergraduates. So what we will do today, we will discuss one chapter that is a very important chapter from the first module, that is subject-verb agreement. Subject-verb agreement. But before I discuss this chapter, if you have not gone through the video I have already posted in this group about subject-verb agreement, you will not understand clearly what the idea of subject-verb agreement. Because in that video, it's a very short video. And from that video, it is very easy for you to understand the basics of subject-verb agreement. Because here, so many examples and such descriptions, and you will be confused rather than feeling satisfied with the descriptions. This is especially because of the change in the teaching method. Especially now we call it the demonstration method. That means teach through examples. സോ അവിടെയല്ല റൂൾസ് ഒന്നുമല്ല ഇമ്പോർട്ടൻ്റ്. എന്താണ് ഒരു എക്സാമ്പിൾ പറയുക, അതിലൂടെ കാര്യം വിവരിക്കുക എന്നുള്ളതാണ്. ബട്ട് ഈ ഒരു കാര്യത്തിൽ എന്താണ് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. I don't know whether anyone agree with me, but I feel it not that much comfortable because traditional grammar should be studied in the traditional method. അതിൻ്റെ ഒരു പ്രശ്നം ഈ ടെക്സ്റ്റിൽ തന്നെ കാണാനുണ്ട്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ട്. So this is why I tell you just go to the first video. That is, I have done it like explaining the rule and then giving example and showing you how it works. So what I tell is just go and listen to that a video and come back and then come back to this chapter. So let's begin. Subject-verb agreement. Take page number 32. On page number 32, you can see Unit 5. Unit 5 on the കൊടുത്തിട്ടുള്ള chapter അല്ലേ subject-verb agreement. എന്താണ് പറഞ്ഞുള്ളത്? The subject and the verb. നോക്കാം. സോ നമ്മൾ പറഞ്ഞല്ലേ subject-verb agreement അല്ലെങ്കിൽ കോൺകോഡ് എന്ന് പറയും. സോ അതായത് സബ്ജക്റ്റും വേർബും തമ്മിൽ ഉണ്ടാവണം, യോജിപ്പുണ്ടാവണം. സോ നമ്മൾ അല്ലെ സിംഗുലർ സബ്ജക്റ്റ് ആണ് ഉപയോഗിച്ചതെങ്കിൽ ആ വേർബ് എന്തായിരിക്കണം, അതിനനുസരിച്ചിട്ട് വരണം. സോ അതിന് കുറച്ച് റൂൾസും റെഗുലേഷൻസും ഉണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് വായിക്കാം. ഇൻ ഓർഡർ ടു സെലക്ട് ദി കറക്റ്റ് വേർബ് ഫോം ഫോർ എ സെന്റൻസ് യു മസ്റ്റ് ഐഡന്റിഫൈ ദ സബ്ജക്റ്റ്. സോ നമ്മൾ കറക്റ്റ് വേർബ് ഫോം അല്ല ഏത് ഉപയോഗിക്കണം, ഈസ് ഉപയോഗിക്കണോ അല്ലെങ്കിൽ അല്ലെ ആർ ഉപയോഗിക്കണം, വേർ ഉപയോഗിക്കണോ, ഇതൊക്കെ തീരുമാനിക്കുന്ന സബ്ജക്റ്റ് ആരാണ് എന്ന് നോക്കിയിട്ടാണ്. സോ അതിനാണ് നമ്മൾ ഈ സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു അല്ലെ എന്താണ് സബ്ജക്റ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സബ്ജക്റ്റ് ഈസ് എ പേഴ്സൺ ഓർ പ്ലേസ്, ഐഡിയ ഓർ തിങ് ദാറ്റ് ഈസ് ഡൂയിങ് സംതിങ് ഓർ ബീങ് സംതിങ്. സോ നമ്മൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സബ്ജക്റ്റ് ഈസ് whom or what the sentence is about. സോ അതാണ് സബ്ജക്റ്റ്. സോ ഇങ്ങനെ നീട്ടി വലിച്ച് പറയേണ്ട ആവശ്യം പോലും ഇല്ല അല്ലെ. സബ്ജക്റ്റ് ഈസ് whom or what the sentence is about. സോ സെന്റൻസ് എന്തിനെ പറ്റിയാണ് അല്ലെങ്കിൽ ആരെ പറ്റിയാണ് പറയുന്നത്, അതാണ് സെന്റൻസിന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതൊരു വ്യക്തിയെ പറ്റി മാത്രമല്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഐഡിയ ആയിരിക്കും. സോ നമുക്ക് ഈ താഴെ കാണുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ അത് മനസ്സിലാവും. സബ്ജക്റ്റ് എന്ന് പറയുന്നത് വെറും ഒരു ആളെ പറ്റി അല്ലെ. ഷീ ഈസ് മാഡ് എന്ന് പറയുമ്പോൾ അല്ലെ ഷീ ആണ് സബ്ജക്റ്റ് അല്ലെ, അവളെ പറ്റിയാണ് അത് സെന്റൻസ് പറയുന്നത്, അതുകൊണ്ട് ഷീ ആണ് സബ്ജക്റ്റ് അല്ലെ. ദ ബെഞ്ച് ഈസ് ബ്രോക്കൺ എന്ന് പറയുമ്പോൾ നമ്മൾ ദ ബെഞ്ചിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ, അത് ബ്രോക്കൺ ആയി എന്നുള്ളത്. സോ അപ്പോൾ നമ്മളല്ലേ പെട്ടെന്ന് സബ്ജക്റ്റ് അധികപക്ഷം അല്ലെ ഒരു 85% ടൈമും സബ്ജക്റ്റ് എവിടെ ഉണ്ടാവും, സെന്റൻസിന്റെ ബിഗിനിങ്ങിൽ ഉണ്ടാവും. സോ സെന്റൻസിന്റെ ബിഗിനിങ്ങിൽ ഉണ്ടാകാത്ത സബ്ജക്ട്സ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. അതായത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ സെന്റൻസിന് മുമ്പ് തന്നെ ഉണ്ടാവില്ല. സെന്റൻസിന്റെ മുമ്പിൽ നമുക്ക് അല്ലെ ആ ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് ഉണ്ടാവുക, WH വേർഡൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അല്ലെ എവിടെയാണ് സബ്ജക്റ്റ് നമുക്ക് മുമ്പിൽ കാണാൻ പറ്റാത്തത്.
ദർ ഒക്കെ വെച്ചിട്ട് പറയുന്ന സെന്റൻസ്, ദർ ആർ എന്നൊക്കെ വെച്ചിട്ട് പറയുന്ന, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എന്ന് വെച്ചിട്ട് നമ്മൾ പറയാണ്, ഇറ്റ് ഈസ് എ കോമൺ തിങ് ദാറ്റ് എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ പറയാണ്. സോ അപ്പോൾ എന്താണ് അതിലും സബ്ജക്റ്റ് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 കേസസ്. ഒന്ന് ക്വസ്റ്റ്യനിൽ നമുക്ക് സബ്ജക്ട്സ് മിഡിലോട്ടൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ എന്താണ് ദർ, പിന്നെ ഇറ്റ് ഈസ് വെച്ചിട്ട് തുടങ്ങുന്ന സെന്റൻസസ്. നമുക്ക് നോക്കാം താഴെ ഡീറ്റെയിൽഡ് ആയിട്ട്. നമുക്ക് താഴെ ഇനി ഓരോരോ സബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. ദ മാനേജർ ഓഫ് ദ കമ്പനി ഈസ് ഹോപ്പിംഗ് ടു വിൻ ദിസ് കോൺട്രാക്ട് സൂൺ. സോ എന്താണ് മാനേജർ എന്ത് ചെയ്യുന്നു, ഈ കോൺട്രാക്ട് ഉടനെ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. സോ ഇവിടെ ആരാണ് സബ്ജക്റ്റ്? മാനേജറാണ്. കാരണം വേർബ് ആരെയാണ് സൂചിപ്പിക്കുന്നത് നോക്കാം. അതായത് വേർബ് എപ്പോഴും ഉപയോഗിച്ചിരിക്കുക ആർക്ക് വേണ്ടിയാണ്? സബ്ജക്റ്റിന് വേണ്ടിയിട്ടായിരിക്കും വേർബ് ഉപയോഗിച്ചിട്ടിരിക്കുക. സോ നമ്മളെ വേർബ് ആർക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ അതായിരിക്കും സബ്ജക്റ്റ്. സോ സബ്ജക്റ്റ് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിന് ഏറ്റവും ചുരുങ്ങിയ ഒരു ഐഡിയ അതാണ്. സോ ആ ഒരു സെന്റൻസിൽ വേർബ് ആർക്ക് വേണ്ടി അല്ലെങ്കിൽ ഏത് ഐഡിയക്ക് വേണ്ടിയാണ് വേർബ് ഉപയോഗിച്ചിട്ടുള്ളത്? എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ബിക്കോസ് നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു വേർബ് എന്ന് പറയുന്നത് എന്താണ്? ക്രിയ ഒരു ആക്ഷൻ കാണിക്കുന്ന സാധനം എന്താണത്? വേർബ് ഈസ് എ വേർഡ് ദാറ്റ് ഡിനോട്ട്സ് ആൻ ആക്ഷൻ, കണ്ടീഷൻ ഓർ എക്സ്പീരിയൻസ് ഓഫ് ദി സബ്ജക്റ്റ്. സബ്ജക്റ്റിന്റെ ആക്ഷനും കണ്ടീഷനും എക്സ്പീരിയൻസും ഒക്കെയാണ് വേർബ് കാണിക്കുക. സോ ഒരു സെന്റൻസിൽ ആ വേർബ് ഉണ്ടെങ്കിൽ ആ വേർബ് ആർക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നോക്കിയാൽ അതായിരിക്കും ആര്? സബ്ജക്റ്റ്. സോ അതാണ് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റിലെ സബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടെത്താൻ നമുക്ക് ഉള്ള ഒരു ടെക്നിക്ക്. ഇനി ഇവിടെ നോക്ക്, ദ മാനേജർ ഓഫ് ദി കമ്പനി ഈസ് ആണ്. ബിക്കോസ് എന്തുകൊണ്ട് ഈസ് വെച്ചത്? ദ മാനേജർ ഓഫ് ദി കമ്പനി ഒറ്റ ആളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. സോ അതുകൊണ്ട് ഈസ് വരുന്നു. സോ അതാണ് ഈ സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറൽ ആയിരിക്കണം. അതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ദ മാനേജേഴ്സ് ആർ കോൺഫിഡന്റ് ഓഫ് വിന്നിങ് ദിസ് കോൺട്രാക്ട്. മനസ്സിലായില്ല? സോ ദ മാനേജേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, ഒന്നിലധികം ആളെ പറ്റിയാണ് അവിടെ പറയുന്നത്. സോ അതാണ് ആർ ഉപയോഗിച്ചത്. നെക്സ്റ്റ് നോക്ക്, ദ മെയിൻ പർപ്പസ് ഓഫ് ദ 3 experiments were to identify the reason for the fail in sales. എന്താണ് അവിടെ തെറ്റ്? ദ മെയിൻ പേർപ്പസ് ഓഫ് ദ 3 experiments. സോ നമ്മൾ 3 experiments എന്ന് കാണുമ്പോൾ അത് 3 1 2 3 ഓക്കെ പ്ലൂറൽ ആണല്ലോ എന്ന് പറയും പക്ഷെ അതല്ല സബ്ജക്റ്റ്. എന്താണ്? ദ മെയിൻ പേർപ്പസ് എന്നുള്ളതാണ്, അതാണ് സബ്ജക്റ്റ്. കാരണം ദ മെയിൻ പേർപ്പസ് ഈസ് ടു ഐഡന്റിഫൈ എന്നാണ് നമ്മളത് വരിക. സോ ഐഡന്റിഫിക്കേഷൻ എന്തിനു വേണ്ടി? ദ പേർപ്പസ് അതിനു വേണ്ടി എന്നുള്ളതാണ്. അതായത് ഐഡന്റിഫിക്കേഷൻ എന്നുള്ള ആക്ഷൻ ഉണ്ടല്ലോ, ഐഡന്റിഫിക്കേഷൻ എന്ന ആക്ഷൻ എന്തിനു വേണ്ടിയാ? ആ ഒരു പേർപ്പസ് എന്നുള്ളതിന് വേണ്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ നമ്മുടെ വേർബ് ഐഡന്റിഫൈ എന്നുള്ള വേർബ് അത് ഉപയോഗിച്ചിരിക്കുന്നത് പേർപ്പസ് എന്നുള്ളതിന് വേണ്ടിയാണ്, അല്ലാണ്ട് 3 experiments എന്നുള്ളതല്ല. ദ മെയിൻ പേർപ്പസ് ഓഫ് ദ 3 experiments ഈസ് ടു ഐഡന്റിഫൈ അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ ആ സെന്റൻസ് കറക്റ്റ് ചെയ്താൽ വരിക ദ റീസൺ ഫോർ ദ ഫെയിൽ ഇൻ സെയിൽസ്, അല്ലെങ്കിൽ വാസ് ടു ദ മെയിൻ പേർപ്പസ് ഓഫ് ദ 3 experiments. പാസ്റ്റ് ആണെങ്കിൽ ഇവിടെ വേറെ വെച്ചോണ്ട് നമ്മൾ പാസ്റ്റിൽ പറയുന്നേ ഉള്ളൂ. മെയിൻ പേർപ്പസ് ഓഫ് ദ 3 experiments വാസ് ടു ഐഡന്റിഫൈ ദ റീസൺ ഫോർ ദ ഫെയിൽ ഇൻ സെയിൽസ് എന്നാണ്. ഈസ് വെച്ചാലും എന്താണ് അത് കറക്റ്റ് ആണ്, ബട്ട് മേലെ വേറെ ആയതുകൊണ്ട് നമ്മൾ ആ ടെൻസിൽ തന്നെ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഏതാണോ ടെൻസ് ഉപയോഗിച്ചത് ആ സെന്റൻസിൽ, സോ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ടെൻസിൽ പറയുന്നതായിരിക്കും നല്ലത്. സോ ഈസ് ഉപയോഗിച്ചാൽ അവിടെ എന്താണ് ശരിയാണ്.
സോ അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തു, അവിടെ ഒരു കോളത്തിൽ കൊടുത്തു. ഓക്കെ, വാട്ട് ഈസ് ദ സബ്ജക്ട് ഓഫ് ദി സെന്റൻസ്? ദാറ്റ് ഈസ് ദ മെയിൻ പേർപ്പസ്. ദ മെയിൻ പേർപ്പസ് ആണ് അവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഈസ് ദ സബ്ജക്ട് സിംഗുലർ ഓർ പ്ലൂറൽ? അല്ല, ദ മെയിൻ പേർപ്പസ്, ആ ഒരു ഏറ്റവും വലിയ പേർപ്പസ് എന്നാണ് ഉദ്ദേശിച്ചത്. അത് സിംഗുലർ ആണ് അല്ലെ, പേർപ്പസസ് എന്നൊന്നും പറഞ്ഞില്ല. വിച്ച് വേർബ് മാറ്റേഴ്സ് ദി സബ്ജക്ട്? വാസ് ആണ്. സോ സിംഗുലർ. അതായത് നമ്മൾ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നോക്ക്, ആ വേർബ് അല്ലെങ്കിൽ നമ്മൾ മെയിൻ പേർപ്പസുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം: ദ മെയിൻ പേർപ്പസ് വാസ് ടു ഐഡന്റിഫൈ ദ റീസൺസ് ഫോർ ദ ഫെയിൽ ഇൻ സെയിൽസ് എന്ന് പറയാം. സോ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഒരു മറ്റേ അല്ലെ കാര്യത്തെ ഒഴിവാക്കുകയാണ്. ദ 3 എക്സ്പെരിമെന്റ്സ് ഉള്ളതിനെ ഒഴിവാക്കി നമ്മൾ പറഞ്ഞു നോക്കുകയാണ് അല്ലെ. ഒരാളിപ്പോ നീട്ടി വലിച്ചു പറയാത്ത ഒരാളാണെങ്കിൽ അല്ലെ, അയാൾ എങ്ങനെ പറയും? ദ മെയിൻ പേർപ്പസ് അല്ലെ വാസ് ടു ഐഡന്റിഫൈ ദ റീസൺ ഫോർ ദ fall in സെയിൽസ് എന്നുള്ളതാണ്. സോ അപ്പൊ നമുക്ക് മനസ്സിലായല്ലേ, 3 എക്സ്പെരിമെന്റ്സ് അല്ല, അതെന്താണ് ഈ മെയിൻ പേർപ്പസിന്റെ അല്ലെ അത്ര ഇമ്പോർട്ടന്റ് അല്ലാണ്ട് അതിന്റെ കീഴിൽ വരുന്ന ഒരു കാര്യം മാത്രമാണ്. കാരണം നമ്മൾ സംസാരിക്കുന്നത് അല്ലെ, സബ്ജക്റ്റ് എന്താണ്? മെയിൻ പേർപ്പസിനെ പറ്റിയാണ്. ആ ഒരു ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് ഇവിടെ സബ്ജക്റ്റ്. ബട്ട് സംടൈംസ് ഇറ്റ് ഈസ് വെരി ഈസി ടു ഐഡന്റിഫൈ ദ സബ്ജക്ട്. ചില സമയത്ത് ഞാൻ പറഞ്ഞു അല്ലെ, 80% സമയത്തും എന്തായിരിക്കും, സെന്റൻസിലെ സബ്ജക്റ്റ് വളരെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അത് മുമ്പ് തന്നെ ഉണ്ടാവും. സോ അധിക പക്ഷവും ഇവിടെ തന്നെ ഉണ്ടാവും. സോ അതില്ലാത്ത കേസ് എന്ന് പറയുമ്പോൾ നോക്കിയാൽ മതി, അതൊന്നിക്കൽ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ അല്ലെ ഏതായിരിക്കും, ദർ എന്ന് വെച്ചിട്ട് അല്ലെ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എന്ന് വെച്ച് തുടങ്ങുന്ന ഒരു സെന്റൻസ് ആയിരിക്കും. ഇത് മൂന്നും അല്ലെങ്കിൽ അല്ലെ സബ്ജക്റ്റ് എവിടെ ഉണ്ടാവും, അധിക പക്ഷവും ആദ്യം തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. നോക്കാം, ചില സമയത്തല്ലേ എന്താണ് അത്, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഐഡന്റിഫൈ ദ സബ്ജക്ട് എന്ന് പറഞ്ഞു. സോ ദർ മസ്റ്റ് ബി എ സിംഗുലർ ഓർ പ്ലൂറൽ നൗൺ ഇൻ ദ സെന്റൻസ് കോസിങ് കൺഫ്യൂഷൻ. സോ നമ്മൾ അല്ലേ അങ്ങനെയുള്ള സെന്റൻസ് നമ്മൾ ഒരുപാട് നൗൺസ് അടുത്തടുത്തൊക്കെ ഉണ്ടാവും അല്ലെ. നമ്മൾ നേരത്തെ ഇപ്പൊ കണ്ട പോലെ ദ മെയിൻ പേർപ്പസ് ഓഫ് ദ 3 എക്സ്പെരിമെന്റ്സ് എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ അല്ലേ ആ 3 എക്സ്പെരിമെന്റ്സിലോട്ടാണ് പോവുക. കാരണം നമ്പർ തന്നിട്ടുണ്ടല്ലോ എന്നുള്ളത് കൊണ്ടാണ് അല്ലെ. നമ്മൾ വിചാരിക്കും ഓക്കെ പ്ലൂറൽ, അതല്ല കാര്യം. റിമെമ്പർ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ദ സബ്ജക്ട് ഇറ്റ് ഷുഡ് നോട്ട് എഫക്ട് ദി വേർബ് ഫോം. സോ നമ്മൾ പറഞ്ഞു അല്ലെ, അതായത് നമ്മുടെ ആ ഒരു സെന്റൻസിലുള്ള അല്ലെ ഈ ഒരു ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് വേർബാണ് അല്ല നൗൺ ആണെന്ന് തോന്നുന്ന അല്ലെ സബ്ജക്റ്റ് ആണെന്ന് തോന്നുന്ന ആൾക്കാർ, മാനേജറോ അല്ലെ അങ്ങനെയുള്ള പേരൊക്കെ ഉണ്ടാവാം. ബട്ട് അവരായിരിക്കില്ല, അവരെ പറ്റി ആയിരിക്കില്ല പറയുന്നുണ്ടാവുക അല്ലെ. സെന്റൻസ് എന്തിനെ പറ്റിയാണ്, ആരെ പറ്റിയാണ് പറയുന്നത്, അതാണ് സബ്ജക്റ്റ് എന്നാണ് നമ്മൾ പഠിച്ചത്. സോ ഇവിടെ താഴെ നോക്കേ, ദ റോൾ ഓഫ് കൺസൾട്ടൻസ് ഇൻ ദിസ് ഫീൽഡ് ഹാസ് ചേഞ്ച്ഡ് കൺസിഡറബിളി. കാരണം നമ്മൾ റോളിനെ പറ്റിയാണ് പറയുന്നത്, കൺസൾട്ടൻസിനെ പറ്റിയല്ല. ദ റോൾ ഓഫ് കൺസൾട്ടൻസിനെ പറ്റിയാണ്. സോ അതാണ് എന്ത് സബ്ജക്റ്റ്. ദ റോൾ ഓഫ് കൺസൾട്ടൻസ് എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. സോ അതുകൊണ്ടാണ് പറഞ്ഞത് റോൾ എന്ന് ആണുള്ളതാണ്, അത് സിംഗുലർ ആണ് അല്ലെ. ആ ഒരു റോൾ എന്താണ്, അല്ലാണ്ട് റോൾസുകൾ അല്ലെ, റോൾസുകൾ എന്താണ് എന്നല്ല ചോദിച്ചത്, റോൾ എന്താണെന്നാണ്, സിംഗുലർ ഒറ്റ. അതുകൊണ്ടാണ് ഹാസ് ചേഞ്ച്ഡ് എന്ന് പറഞ്ഞത്. സിമിലർലി വിത്ത് എ സിംഗുലർ നൗൺ, താഴെ നോക്കിയേ, ദ കീ ഇഷ്യൂസ് ഫോർ ദ പ്രോജക്ട് മാനേജർ ആർ ഡിവൈഡഡ് ഇൻ ടു 4 സെഗ്മെന്റ്സ്. കാരണം ഇവിടെ സബ്ജക്റ്റ് ആരാ, കീ ഇഷ്യൂസ് ആണ്. സോ നമ്മൾ കീ ഇഷ്യൂസ് ആർ എന്നുള്ളതാണ് പറയുന്നത്. സോ കീ ഇഷ്യൂസ് ആർ ഡിവൈഡ് ഇൻ ടു 4 സെഗ്മെന്റ്സ്. മനസ്സിലായിട്ടുണ്ടോ? സോ നമ്മൾ ആ ഒരു സബ്ജക്റ്റിനെ വേർബോട് കണക്ട് ചെയ്ത് നോക്കുക. വേർബ് ആർക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത്, കീ ഇഷ്യൂസിന് വേണ്ടിയാണ്. സോ ദ കീ ഇഷ്യൂസ് ആർ ഡിവൈഡ് ഇൻ ടു 4 സെഗ്മെന്റ്സ്. നേരത്തെ നോക്കുക, അങ്ങനെ വായിച്ചു നോക്കുക. The role has changed considerably. മനസ്സിലായിണ്ടാ?
The role has changed considerably regarding the case of the consultants എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മാറ്റി വായിച്ചു നോക്കിയാലല്ലേ നമുക്ക് വേർബ് ആർക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് കണ്ടെത്തുക. അവരാണ് സബ്ജക്റ്റ്. സോ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇടയ്ക്കുള്ള പാർട്ട് ഒഴിവാക്കി ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഏകദേശം ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്താണ് ശരിയായിരിക്കും എന്നുള്ളത് ഉറപ്പിക്കാം. നെക്സ്റ്റ് പേജിൽ നോക്ക്, പേജ് നമ്പർ 33. The subject normally comes before the verb, but with the sentences that begin with there, it is, or are questions, the verbs can be found before the subject. സോ എപ്പോഴും അല്ലെ എന്താണ് ആ ഒരു സബ്ജക്റ്റ് മുമ്പ് തന്നെ ഉണ്ടാവണം എന്നില്ല അല്ലെ. പലതിലും എന്തുണ്ടാവും, സെന്റൻസ് തുടക്കത്തിൽ തന്നെ ആയിരിക്കും സബ്ജക്റ്റ് ഉണ്ടാവുക. സോ അങ്ങനെയുള്ള സബ്ജക്റ്റ് അങ്ങനെയുള്ള സെന്റൻസ് ആയിരിക്കും ഏത്, നമ്മുടെ ഇംഗ്ലീഷ് സെന്റൻസ് ഓർഡർ ഉണ്ട് അല്ലെ. എന്താണ് സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. സോ അതാണ് എന്ത് ഇംഗ്ലീഷ് സെന്റൻസിന്റെ നോർമൽ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ. സോ അത് മാറുന്നത് എപ്പോഴാണ്, ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ആവുമ്പോൾ അല്ലെ നമ്മൾ എന്ത് ചെയ്യും, വേർബിനെ എടുത്ത് ഇപ്പറോടും അല്ലെ. വേർബ്, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലോട്ട് പോകും. അല്ലെങ്കിൽ അല്ലെ എന്തായിരിക്കും, സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് ആണ്. അല്ലെ നമ്മൾ പറയാണ് ഷീ ഈസ് ലേസി അല്ലെ, അത് സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് ആണ് അല്ലെ. സോ ഇനി എന്താണ്, അത് മാറ്റി ഒന്ന് പറഞ്ഞു നോക്ക്. ഈസ് ഷീ ലേസി എന്ന ഒരു ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ അല്ലെ അത് മാറി അല്ലെ. വേർബ് ആദ്യം വന്നു, ഈസ് ആദ്യം വന്നു അല്ലെ, അവള് അങ്ങോട്ട് പോയി. സോ വേർബ്, സബ്ജക്റ്റ് അല്ലെ, ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്താ പറയാ ആഡ് വേർബ് എന്ന് പറയാം. സോ ഒട്ടുമിക്ക കേസിലും അല്ല നമുക്ക് സെന്റൻസിന്റെ തുടക്കത്തിൽ തന്നെ സബ്ജക്റ്റ് ഉണ്ടാവും. അതില്ലാത്ത കേസസ് എന്താണ്, ക്വസ്റ്റ്യൻ, പിന്നെ there, it is ഒക്കെയാണ് അല്ല. അതിലൊക്കെ എന്തായിരിക്കും, വേർബ് സബ്ജക്റ്റിന്റെ മുമ്പിൽ വരും. നമ്മൾ പറഞ്ഞാലേ ആ ഒരു വേർഡ് ഓർഡർ നമ്മൾ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. കാരണം ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി അല്ലെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, ഓക്സിലറി വേർബ് എടുത്ത് മുമ്പിൽ വെക്കും. സോ അങ്ങനെയുള്ള കാര്യമൊക്കെ ഉണ്ടാവും. ഇനി താഴെയുള്ള ഒരു എക്സാമ്പിൾ നോക്ക്. സോ അവിടെ ബ്രാക്കറ്റിൽ എന്താ കൊടുത്തില്ലേ, there are some nouns that seem plural but are in fact singular and vice versa. There are also nouns that can be either. Use a good dictionary if you are unsure. Some of these nouns are news, media, agenda, data, a pair of scissors. So എന്താ പറയുന്നത്, ഇതൊക്കെ എന്താണ്, എന്തൊക്കെയാണ് ഇത്, കൺഫ്യൂസിങ് വേർഡ്സ് ആണ് അല്ലെ. പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്ന്. സോ നമുക്കിപ്പോൾ ന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എനിക്കൊരു, നമ്മൾ അല്ലെ സാധാരണ പറയാറുണ്ട് എനിക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് അല്ലെ, എനിക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അത് ശരിയാണ്, സാധാരണ ശരിയല്ല. എന്താണ്, നമ്മൾ ന്യൂസ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ആയിട്ടാണ് യൂസ് ചെയ്യുക. സോ അങ്ങനെ സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യേണ്ടെങ്കിൽ എന്ത് പറയണം, ഐ ഗോട്ട് എ പീസ് ഓഫ് ന്യൂസ് അല്ലെങ്കിൽ ഐ ഗോട്ട് എ ബിറ്റ് ഓഫ് ന്യൂസ് എന്ന് പറയണം. ഒരു അല്ലെ ശകലം അല്ലെ ഒരു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കുക നെക്സ്റ്റ്, അതും എന്താണ് പ്ലൂറൽ ആണ്. മീഡിയ, മീഡിയ എന്ന് പറയുമ്പോൾ അതിന്റെ അല്ലെ സിംഗുലർ ആവണ്ടെങ്കിൽ എന്താണ്, മീഡിയം എന്ന് പറയണം. അതുപോലെ നെക്സ്റ്റ് അജണ്ട അല്ലെ, അജണ്ട എന്താണ്, എന്താ ഈ അജണ്ട എന്ന് പറഞ്ഞാല് അല്ല നമ്മുടെ ആ ഒരു എന്തെങ്കിലും ഒരു കാര്യ പരിപാടി അല്ലെ, നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടി നമ്മൾ ചോദിക്കുമല്ലേ ഇന്നത്തെ അജണ്ട എന്നാണ് അല്ലെ, അല്ലെങ്കിൽ മീറ്റിങ്ങിലൊക്കെ പറയുന്ന കേൾക്കാം ഇന്നത്തെ അജണ്ടയിൽ അല്ലെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. സോ അജണ്ടയുടെ അല്ലെ സിംഗുലർ എന്താണ്, മീഡിയയുടെ സിംഗുലർ മീഡിയം. അപ്പോൾ അജണ്ടയുടെ സിംഗുലർ അജണ്ടം എന്നുള്ളതാണ്. സോ അതൊക്കെ ലാറ്റിൻ വേർഡാണ്. ഇനി നെക്സ്റ്റ് നോക്കുക, ഡാറ്റ അല്ലെ, അതുപോലെ തന്നെയാണ്. ഡാറ്റയുടെ പ്ലൂറൽ എന്താണ്, ഡാറ്റം. സോ ഇനി എന്താണ്, എ പെയർ ഓഫ് സിസേഴ്സ്, എ പെയർ ഓഫ് സിസേഴ്സ്. അത് എപ്പോഴും നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കുക. മനസ്സിലായിട്ടില്ല, സിംഗുലർ ആയിട്ട് അല്ല.
ഇത് കൃത്യമായിട്ട് മനസ്സിലാകണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ആദ്യത്തെ ആ ഒരു വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ള പാർട്ട് ഫസ്റ്റ് എന്നുള്ള വീഡിയോ കാണുക. അത് വളരെ കൂളായിട്ട് മനസ്സിലാവും. അത് മനസ്സിലാക്കിയ ശേഷം മാത്രം ഇതിലോട്ട് വരിക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിരിക്കും മുഴുവനും. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുക. ഹൗ ഡു യു റേറ്റ് ദ ടീച്ചിങ് അറ്റ് ദി സ്കൂൾ? അതിലേതാ സബ്ജക്റ്റ്? ഹൗ ഡു അത് അല്ല, നമ്മൾ പറഞ്ഞു ചോദ്യമാണ്, അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അല്ലെ യു ആണ് സബ്ജക്റ്റ്. കാരണം നമ്മൾ സബ്ജക്റ്റിനെ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടി അല്ലെ അങ്ങോട്ടോട്ട് മാറ്റി വെച്ചതാണ്. ഓക്സിലറി വെർബ് എടുത്തിട്ട് മുമ്പിലിട്ടു. നെക്സ്റ്റ് നോക്ക്. വേർ ഹാവ് ദ സ്റ്റുഡൻസ് ഗോൺ ഫോർ ദ സ്റ്റഡി ടൂർ ദിസ് ഇയർ? സോ അല്ല, അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടി നമ്മൾ സ്റ്റുഡൻസിനെ അപ്പുറത്തെടുത്തിട്ടു അല്ലെ. ദ സ്റ്റുഡൻസ് ആർ ഗോയിങ് ടു ദ സ്റ്റഡി ടൂർ ദിസ് ഇയർ എന്നുള്ള രീതിയിലാണ് പറയേണ്ടത്. സോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ അല്ലെ ഇങ്ങനെ എന്തിട്ടു ഓക്സിലറി വേർബ് വെച്ച് അല്ലെ ക്വസ്റ്റ്യൻ ആക്കേണ്ട ആ ഒരു ഓർഡറാണ് അല്ലെ. സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്നുള്ളത് മാറ്റണം. അത് നമ്മൾ വേർബ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ് അല്ലെ ക്വസ്റ്റ്യനിൽ വരിക. നെക്സ്റ്റ് നോക്ക്. ദർ വെർ 5 മെയിൻ റീസൺസ് ഫോർ ദിസ് ഡിക്ലൈൻ. സോ ദർ വേർ അല്ലെ, ദർ വേർ എന്നുള്ളതൊന്നും അല്ല എന്ത് സബ്ജക്റ്റ്. സോ നമ്മൾ പറഞ്ഞു ദർ എന്ന് വന്നാൽ അല്ലെ അത് എന്താണ്, ഒരു നമ്മളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു എക്സാമിന് തരുന്നതായിരിക്കും. സോ ദർ, ഇറ്റ് ഈസ്, പിന്നെ എന്താണ് ഒരു ക്വസ്റ്റ്യൻ. ഇതൊക്കെ വന്നാൽ നമ്മൾ വിചാരിക്കുന്നതല്ല സാധനം എന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മിക്കുക. സോ അതിലേതാണ് സബ്ജക്റ്റ്? മെയിൻ റീസൺസ് ആണ്. ദ മെയിൻ റീസൺസ് ഫോർ ദിസ് ഡിക്ലൈൻ ആർ 5. ഇപ്പോൾ ഐഡിയാസ് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് മാറ്റി എഴുതാം. സോ ദ മെയിൻ റീസൺസ് ഫോർ ദിസ് ഡിക്ലൈൻ എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് നോക്കി. ഇറ്റ് ഈസ് ക്വൈറ്റ് വാം ഇൻസൈഡ് ദ റൂം. സോ അതിലേതാ സബ്ജക്റ്റ്? ഇറ്റ് ഈസ് എന്ന് വെച്ച് തുടങ്ങിയത് കൊണ്ട് നമ്മൾ അല്ലെ എന്താണ്, ഇറ്റ് ഈസ് ക്വൈറ്റ് വാം. സോ അപ്പോൾ നമ്മൾ പറയും അല്ലെ വാം ആണ് സബ്ജക്റ്റ്. സോ അല്ല എന്താണ്, ഇറ്റ് ഈസ് ക്വൈറ്റ് വാം ഇൻസൈഡ് ദ റൂം. നമ്മൾ പറയുന്നത് സെന്റൻസ് പറയുന്നത് റൂമിനെ പറ്റിയാണ്. മനസ്സിലായിട്ടുണ്ടാ? റൂമിനെ പറ്റിയാണ് പറയുന്നത്. സോ ദ സബ്ജക്ട് മേ ബി എ വേർബ് എൻഡിങ് ഇൻ ing. നെക്സ്റ്റ് നോക്കുക. സബ്ജക്ട് മേ ബി എ വേർബ് എൻഡിങ് ഇൻ ing. ദാറ്റ് മീൻസ് എ ജെറണ്ട്. എന്താ ഈ ജെറണ്ട് പറഞ്ഞാല്? ജെറണ്ട് എന്ന് പറഞ്ഞാൽ ing ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ പഠിച്ച ടെൻസിൽ പഠിച്ച ing ഒന്നും എന്തല്ല ജെറണ്ട് അല്ല. നമ്മൾ ഇവിടെ ജെറണ്ട് ആവേണ്ടിക്കൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? നമ്മളൊരു സെന്റൻസിന്റെ തുടക്കത്തിൽ ing വെച്ചിട്ട് ആ വേർഡ് എന്തായിട്ട് ഉപയോഗിച്ചിരിക്കണം, നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമേ അത് ജെറണ്ട് ആവുള്ളൂ. അല്ലെങ്കിൽ അതൊരിക്കലും ജെറണ്ട് അല്ല. നമ്മൾ ഈ ടെൻസിലൊക്കെ ഉപയോഗിക്കുന്നില്ലേ, ഹി ഈസ് ഗോയിങ് ടു, അവിടെ ഗോയിങ് എന്ന് പറയുന്നത് വെറും വേർബാണ്, ജെറണ്ട് അല്ല. അതൊരു ജെറണ്ട് നൗൺ ആകണമെങ്കിൽ അല്ലെ ആവണമെങ്കിൽ എന്ത് വേണം? അതൊരു സെന്റൻസിന്റെ തുടക്കത്തിൽ നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അല്ലെ അവിടെ സ്മോക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? ജെറണ്ടാണ്. മനസ്സിലായിട്ടാ? അവിടെ അത് വേർബായിട്ടല്ല ഉപയോഗിച്ചിട്ടുള്ളത്, ഒരു നൗൺ ആയിട്ടാണ്. സോ സ്മോക്കിംഗ് ഈസ് എന്നാണ് പറയുന്നത്. സോ സ്മോക്കിംഗ് എന്നത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് എന്ന് പറയേണ്ടെങ്കിൽ ഒരു ആളാവണം അല്ലെ, വ്യക്തിയാവണം, സാധനമാകണം. സോ ആ ഒരു ആക്ടാണ് ഉദ്ദേശിച്ചത് അവിടെ അല്ലെ. പക്ഷെ ആ ഒരു ആക്ഷൻ നൗൺ ആയിട്ടാണ് ഉപയോഗിച്ചത് അവിടെ. ആക്ഷൻ നൗൺ അത് എന്തല്ല വേർബായിട്ടല്ല ഉപയോഗിച്ചിട്ടുള്ളത്. മനസ്സിലായിട്ടാ? സ്മോക്കിംഗ് എന്ന് സെന്റൻസിന്റെ തുടക്കത്തിൽ വന്നതാണ് ing. സോ ing നൗണായിട്ട് ഉപയോഗിച്ചാൽ അതെന്താണ്? ജെറണ്ടാണ്. അല്ലാണ്ട് ഈസിന്റെ കൂടെയും വോസിന്റെ കൂടെയും ഒക്കെ വരുമ്പോൾ അതെന്താണ്? ആക്ഷൻ വേർഡായിട്ടാണ് കൂട്ടുക. അത് വേർബാണ്. മനസ്സിലായിട്ടാ ഡിഫറൻസ്? നെക്സ്റ്റ് നോക്കൊന്ന്. ജെറണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് സ്വിമ്മിങ് ഹെൽപ്സ് ടു സ്വിമ്മിങ് ഹെൽപ്സ് ടു സ്റ്റേ ഫിറ്റ് അല്ലെ. അതാണെന്ത്? സ്വിമ്മിങ് എന്ന് പറയുന്നത് ഇവിടെ
എന്തിനു വേണ്ടിയല്ല ഉപയോഗിച്ചത്? ഒരു ടെൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ഉപയോഗിച്ചതല്ല ING ഫോം. ഇവിടെ എന്താണ്? സ്വിമ്മിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ലെ, അതിനെപ്പറ്റി നമ്മൾ പറയുകയാണ്. സ്വിമ്മിങ് അല്ലെ, സ്മോക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് അല്ലെ, അതാണ്. അതുപോലെ ഇവിടെ സ്വിമ്മിങ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, അതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇറ്റ് ഈസ് എ ടോപ്പിക് ആണ് അല്ലെ. സ്മോക്കിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് പോലെയാണ് സ്വിമ്മിങ്. അല്ലാണ്ട് അവിടെ അല്ലെ എന്തല്ല, ഒരു വേർബിന് ടെൻസിലേക്ക് ആക്കാൻ വേണ്ടി അല്ലെ നമ്മൾ ING വെച്ചതല്ല. സോ ഇങ്ങനെയുള്ള യൂസ് ആണ് ജെറണ്ട് എന്ന് പറയുന്നത്. ജെറണ്ട് മീൻസ് ING ഫോം യൂസ്ഡ് ഇൻ എ നൗൺ ഫോം അല്ലെ, നൗണിന്റെ രൂപത്തിൽ ING ഉപയോഗിക്കുമ്പോൾ, എസ്പെഷ്യലി ഇൻ ദ ബിഗിനിങ് ഓഫ് എ സെന്റൻസ്. നെക്സ്റ്റ് എന്താ എക്സാമ്പിൾ? The subject may be the infinitive to attached to a verb. So അതിനെ ഒരു ഇൻഫിനിറ്റീവ് ആവാം, ടു വെച്ചിട്ടുള്ള ഒരു, അതായത് ടു ഇൻഫിനിറ്റീവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അതൊന്നും അധികം അല്ലെ ഗ്രാമർ പറഞ്ഞാൽ ശരിയാവില്ല. സോ നമ്മൾ കോമൺ പേപ്പറാണ്, ഒരുപാട് ഇംഗ്ലീഷ് അല്ലാത്ത കുറേ കുട്ടികളുണ്ടാവും അല്ലെ, ഹിസ്റ്ററിയും അങ്ങനെയുള്ള മലയാളം ഒക്കെ എടുത്ത കുട്ടികളുണ്ട്, അവർക്ക് വിഷമാവും. സോ എന്ത് ചെയ്യാം, നമുക്ക് ടു ഇൻഫിനിറ്റി ടു വെച്ചിട്ടുള്ള എന്ന് പറയാം. സോ ടു അല്ലെ വെച്ചിട്ടുള്ള രീതിയിൽ ഇൻഫിനിറ്റീവ് വരുമ്പോൾ എന്താണ്? Okay, example. Unlike in most Western classrooms, to question the teacher in most Asian countries is seen as being disrespectful. So, അല്ലെ ആ ഒരു ടോപ്പിക് ആണ് അവിടെ പറയുന്നത്. ടു ക്വസ്റ്റ്യൻ ദ ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് മനസ്സിലായിട്ടുണ്ടാ? സോ അതാണ് അവിടെ സബ്ജക്റ്റ്. സോ ടു ക്വസ്റ്റ്യൻ ദ ടീച്ചർ എന്ന് പറയുന്ന കാര്യം അല്ലെ, അതെന്താണ്? മോസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ എന്താണ്, വളരെ അല്ലേ ടീച്ചറെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബട്ട് വെസ്റ്റേൺ വേൾഡിലെ അല്ലെ, വെസ്റ്റേൺ കൺട്രീസിൽ അങ്ങനെയല്ല. ടീച്ചറോട് അല്ലെ എന്താണ്, ടീച്ചറുടെ എന്തൊക്കെ തെറ്റ് വരുത്തിയ ടീച്ചറെ ചോദ്യം ചെയ്യുന്നത് ഒരു കുറ്റമായിട്ട് അവിടെ കാണുന്നില്ല എന്നാണ് പറയുന്നത്. സോ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ, ടു ക്വസ്റ്റ്യൻ ദ ടീച്ചർ, ടു ക്വസ്റ്റ്യൻ എ ടീച്ചർ. ടു വെച്ചിട്ട് എന്തെങ്കിലും പറയാം. അതുപോലെ വേറെ എന്തെങ്കിലും പറ, ടു ഡിറ്റർമൈൻ ദ പ്രോബ്ലം അല്ലെ, അങ്ങനെയുള്ള രീതിയിൽ വേറെ ഒരു എക്സാമ്പിൾ പറ. ഇക്കാര്യങ്ങൾ ഓർമ്മിക്കുക. എന്തൊക്കെയാണ് സബ്ജക്റ്റ് വരിക? ടു വെച്ചിട്ട് വരുന്ന ഇങ്ങനെയുള്ള അല്ലെ ഒരു ടോപ്പിക് പോലെ ഉപയോഗിക്കുമ്പോൾ അല്ലെ. പിന്നെ സ്വിമ്മിങ് എന്നൊക്കെ പറയുന്ന ING വെച്ചിട്ട് ഒരു ടോപ്പിക് ആയിട്ട് അത് ഉപയോഗിക്കുമ്പോൾ, നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ നോക്കുമ്പോൾ, സ്വിമ്മിങ് ഹെൽപ്സ് ടു സ്റ്റേ ഫിറ്റ് അല്ലെ. സോ സ്വിമ്മിങ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി പറയുമ്പോൾ പിന്നെന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ, വേർബ് അല്ലെ ആദ്യം വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് വേർബ് ആദ്യം വരിക എപ്പോഴാണ്? ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് വരിക അല്ലെ. വേർ ഡു യു എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ലെ, ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുമ്പോൾ. പിന്നെ നമ്മൾ പറഞ്ഞു ദേർ വെച്ചിട്ട്, പിന്നെ ഇറ്റ് ഈസ് വെച്ചിട്ട്. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് ഒരു ടാസ്ക് തന്നിട്ടുണ്ട്, എന്താ നോക്കേ. വിച്ച് ഓഫ് ദീസ് കുഡ് ബി യൂസ്ഡ് ആസ് എ സബ്ജക്ട്. പിന്നെ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതൊക്കെയാണെന്നാ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ നോക്കേ, ആസ് എ റിസൾട്ട് എന്നുള്ളതാണ്. സോ ആസ് എ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ആഡ്വേർബിയൽ ഫ്രേസ് ആണ്. സോ അത് നമുക്ക് അല്ലേ എന്തായിട്ട് കൂട്ടാൻ പറ്റില്ല, സബ്ജക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ആസ് എ റിസൾട്ട് എന്ന് വെച്ചിട്ട് ഒരു സെന്റൻസ് അല്ല പറയാൻ നമുക്ക്, അതൊരു സബ്ജക്റ്റ് ആയിട്ട് എന്തായാലും കണക്കാക്കാൻ പറ്റില്ല. നെക്സ്റ്റ് നോക്ക്, വർക്കിംഗ് എന്നുള്ളതാണ്. വർക്കിംഗ് നമുക്ക് സ്വിമ്മിങ് എന്ന് പറഞ്ഞതുപോലെ അല്ലെ ജെറണ്ടാണ്, ജെറണ്ട് നൗണാണ് അത്. സോ അത് ജെറണ്ട് നൗൺ ആക്കിയിട്ട് നമുക്കൊരു സെന്റൻസ് ഉണ്ടാക്കിയാൽ അല്ലെ വർക്കിംഗ് ശരിയാണ് അവിടെ അല്ലെ. അതൊരു എന്താണ്, സബ്ജക്റ്റ് ആണ് വർക്കിംഗ് അല്ലെ. നമ്മൾ പറയാണ് വർക്കിംഗ് ടു മച്ച് അല്ലെ ഈസ് നോട്ട് എ ഗുഡ് ഹാബിറ്റ്. സോ അവിടെ നമ്മൾ വർക്കിംഗ് എന്നുള്ള അല്ലെ, വർക്കിംഗ് ടു മച്ച് എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നെക്സ്റ്റ് നോക്ക്, ഫസ്റ്റ് അല്ലെ. ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ് അല്ലെ. അതും എന്തല്ല, അഡ്ജക്റ്റീവ് അല്ലെ വെച്ചിട്ട് ഒരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നെക്സ്റ്റ് നോക്കി, ടുവേർഡ്സ് അല്ലെ. ടുവേർഡ്സ് എന്ന് പറയുന്നത് അതും എന്തല്ല,
ഒരു സബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. പിന്നെ നോക്ക്, യൂസ്ഫുൾ ഫോർ ദിസ് റിസർച്ച് എന്നുള്ളതാണ്. യൂസ്ഫുൾ ഫോർ ദിസ് റിസർച്ച് എന്ന് പറയുമ്പോൾ നമുക്കത് സബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. നമുക്കല്ലേ സബ്ജക്റ്റ് ആക്കണമെങ്കിൽ വേണമെങ്കിൽ ആക്കാം. എങ്ങനെ? ടു യൂസ് ഫോർ ദിസ് റിസർച്ച് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അല്ലെ നമുക്കത് സബ്ജക്റ്റ് ആക്കാം. ടു യൂസ് ഫോർ ദിസ് റിസർച്ച് അല്ലെങ്കിൽ ദ റിസർച്ച് എന്നൊക്കെ പറയാം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അല്ലെ, ടു ക്വസ്റ്റ്യൻ ദ ടീച്ചർ എന്ന് പറഞ്ഞ പോലെ അതൊരു ടോപ്പിക്കാണ് അല്ലെ. ടു ക്വസ്റ്റ്യൻ ദ ടീച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ടു യൂസ് ഫോർ ദ റിസർച്ച് എന്ന് പറയുമ്പോൾ അല്ലെ ഞാൻ പറയാണ്, ടു യൂസ് ഫോർ ദ റിസർച്ച് വി സംടൈംസ് കണ്ടക്ട് സർവേ അല്ലെ എന്നൊക്കെ പറയാണ്. അവിടെ വി ഒന്നും അല്ല എന്ത് സബ്ജക്റ്റ് അല്ലെ, ആരാണ്? ടു യൂസ് ഫോർ ദ റിസർച്ച് എന്നുള്ളതാണ് സബ്ജക്റ്റ്. കാരണം ഞാൻ അതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് എന്നെ പറ്റിയല്ല അല്ല, വി എന്നുള്ളത് നമ്മളെ പറ്റിയല്ല പറയുന്നത്. ടു യൂസ് ഫോർ ദ റിസർച്ച് എന്നുള്ളതാണ്. സോ അങ്ങനെ അല്ല, അത് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ യൂസ്ഫുൾ ഫോർ ദിസ് റിസർച്ച് എന്നുള്ളത് നമുക്ക് എന്ത് പറ്റില്ല. അതൊരു ടു അല്ലെ, ഇൻഫിനിറ്റീവ് ടൈപ്പ് യൂസ് അല്ല, അതുകൊണ്ട് അതും ഇവിടെ പറ്റില്ല. നെക്സ്റ്റ് നോക്ക്, ഇന്ത്യൻ വുമൺ അല്ലെ, ഇന്ത്യൻ വിമൻ എന്നാണ് പറഞ്ഞത്. ഇന്ത്യൻ വുമൺ അല്ല, വിമൻ അല്ലെ, ഒന്നിലധികം സ്ത്രീകളെയാണ് പറയുന്നത്. സോ ഇന്ത്യൻ വിമൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അല്ലെ ഒരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് അല്ലെ ക്ലിയർ ആയിട്ട് ഒരു സെന്റൻസിൽ യൂസ് ചെയ്യാം. ഇന്ത്യൻ വിമൻ ആർ അല്ലെ വെരി ഫേമസ് ഫോർ സഫറിങ് അല്ലെ, അങ്ങനെ പറയാം. നെക്സ്റ്റ് ഒരു സെന്റൻസ് നോക്ക്, നെക്സ്റ്റ് ഒരു കാര്യം നോക്ക്, ടു ചേഞ്ച് ദ ടോപ്പിക് അല്ലെ, നമ്മൾ ടു വെച്ചിട്ട് പറഞ്ഞത്. സോ അല്ലെ, ടു ക്വസ്റ്റ്യൻ ദ ടീച്ചർ, ടു ചേഞ്ച് ദ ടോപ്പിക്. സോ ടു ചേഞ്ച് ദ ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ ഒരു ടോപ്പിക്കാണ്. സോ അത് എന്താണ്, ക്ലിയർലി ഇറ്റ് ഈസ് എ സബ്ജക്റ്റ്. സോ ഏതൊക്കെയാണ് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്? വർക്കിംഗ്, ഇന്ത്യൻ വിമൻ, ടു ചേഞ്ച് ദ ടോപ്പിക്. പേജിൽ നോക്ക്, പേജ് നമ്പർ 34. പ്ലൂറൽ ഓർ സിംഗുലർ വേർബ്. Okay. If the uncountable nouns are separated by and, use a plural verb form. ഇനി കുറച്ച് റൂൾസ്, ട്രഡീഷണൽ റൂൾസ് ആണ് തന്നിട്ടുള്ളത്. സോ അത് എന്ത് ചെയ്യുക, പഠിക്കുക. ഇതിൽ ഒരു തെറ്റുണ്ട്. സോ അത് അല്ലെ അങ്ങേറ്റത്തെ ഒരു പൊട്ടത്തെറ്റാണ്. സോ നമുക്ക് നോക്കാം. ഇഫ് ദ ടു uncountable nouns are separated by and, let's use a plural verb form. നമ്മളെപ്പോഴും അല്ലേ ടു ആൻഡ് വെച്ചിട്ട് കണക്ട് ചെയ്യുമ്പോൾ പ്ലൂറൽ ആണ് ഉപയോഗിക്കുക അല്ലെ. കോൺഫിഡൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ആർ റിക്വയർഡ് ഫോർ ദിസ്. ഇനിയോ, ഇഫ് ടു അൺകൗണ്ടബിൾ nouns are separated by or, use a singular verb form. അതായത് നമ്മൾ ഇതോ അല്ലെങ്കിൽ അതോ എന്നാണ് ഇവിടെ ഓർ വെക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതല്ല. യു ക്യാൻ ഡു ദിസ് ഓർ ദാറ്റ് എന്ന് പറയുമ്പോൾ ഇത് അല്ലെങ്കിൽ അത് അല്ലെ ഏതെങ്കിലും ഒന്ന് എന്നാണ് ഉദ്ദേശിച്ചത്. സോ അതുകൊണ്ട് എന്താണത് എപ്പോഴും സിംഗുലർ ആണ്. കോൺഫിഡൻസ് ഓർ എക്സ്പെർട്ടൈസ് ഈസ് റിക്വയർഡ് ഫോർ ദിസ്. ഏതെങ്കിലും ഒന്ന് എന്നാണ് ഉദ്ദേശിച്ചത്, രണ്ടും ആവശ്യമില്ല. സോ സിംഗുലർ. നോട്ട് കൊടുത്തിട്ടുണ്ടോ എന്താ നോക്ക്. സം നൗൺസ് ടുഗെദർ ആർ കൺസിഡേർഡ് എ സിംഗിൾ എൻറ്റിറ്റി ഇഫ് ദേ ആർ ക്ലോസ്ലി ലിങ്ക്ഡ് ആൻഡ് ദെർഫോർ ടേക്ക് ദ സിംഗുലർ വേർബ്. അതായത് ചില വേർഡ്സ് നമ്മൾ എപ്പോഴും ഒരുമിച്ച് പറയും. അതായത് നമ്മൾ അത് ഒരിക്കലും ഒറ്റയ്ക്ക് അങ്ങനെ പറയാറില്ല. നമ്മൾ പറയാണ് ലോ ആൻഡ് ഓർഡർ അല്ലെ, ബ്രെഡ് ആൻഡ് ബട്ടർ അങ്ങനെ പറയുന്നില്ലേ. സോ അങ്ങനെ പറയുന്നത് എന്താ ചെയ്യുക, നമ്മള് സിംഗുലർ ആയിട്ടാ പറയാ. സോ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഈസ് ക്രൂഷ്യൽ ടു ദർ സക്സസ് എന്നുള്ളതാണ്. സോ അത് ഒരൊറ്റ ഐഡിയ ആയിട്ട് ഒരു കാര്യം അല്ലെ, രണ്ട് കാര്യത്തെ ഒരേപോലെയുള്ള രണ്ട് കാര്യത്തെ ഒറ്റ ഐഡിയ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അല്ലെ. ലോ ആൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നിയമം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ഒരു നാട്ടിലെ നിയമം. സോ അപ്പോൾ നമ്മളല്ലേ ഒരു സിംഗിൾ ഐഡിയ ആയിട്ട് അതിനെ കണക്കാക്കുക. അപ്പോൾ നമ്മൾ അവിടെ എന്ത് വെച്ചാൽ മതി, സിംഗുലർ വേർബ് മതി, ഈസ് മതി, ആർ വേണ്ട. ലോ ആൻഡ് ഓർഡർ ആർ വേണ്ട, ലോ ആൻഡ് ഓർഡർ ഈസ് എന്ന് മതി. നെക്സ്റ്റ് നോക്കി. Sometimes these compound nouns feature a plural and a singular noun
joined by or. This occur, the verb should agree with the closest noun. In this case, plural. അതായത് ഇതിങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതാ പറഞ്ഞത്, ഞാൻ പറഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ ആ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇതെല്ലാം വളരെ ഷോർട്ടായിട്ട് ഒറ്റ ഒരു ഇതിൽ ഉൾക്കൊള്ളിപ്പിക്കാനേ ഉള്ളൂ നമുക്ക്. ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു 5-6 പോയിന്റ് ആയിട്ടാണ് ഇനി പറയുന്ന കാര്യം പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ഒറ്റ പോയിന്റിൽ പറയാനേ ഉള്ളൂ. അടുത്തതും അതിനെ പറ്റി തന്നെയാണ് പറയുന്നത്. അതാണ് തെറ്റ്. ആ ഒരു കാര്യം എന്ത് ചെയ്യാം, നിങ്ങൾ ഈ നോട്ട് നോക്കുക, ഇവിടെ നോക്ക്. When two nouns are combined by and which suggests one idea, a singular verb is used. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലെ, law and order is restored here. പിന്നെ അടുത്ത് നോക്ക്, ടൈം ആൻഡ് ടൈഡ് അല്ലെ, വെയിറ്റ് അല്ല വെയിറ്റ്സ് ആണ്. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ അല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. മലയാളത്തിലാണെങ്കിൽ നമ്മൾ പറയും സമയവും കാലവും അല്ലെ ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കാറില്ല എന്ന് അല്ലെ. സമയവും കാലവും ഒന്ന് തന്നെയല്ലേ ഐഡിയ അല്ലെ, ഐഡിയ ഒന്നാണ്. സോ അതുകൊണ്ടാ പറഞ്ഞല്ലേ, ലോ ആൻഡ് ഓർഡർ പറയുമ്പോൾ തന്നെയാണ് ടൈം ആൻഡ് ടൈഡ് അല്ലെ, ബ്രെഡ് ആൻഡ് ബട്ടർ, ഇതൊക്കെ ഒരേ ഐഡിയ ആയിട്ടാണ് നമ്മൾ പറയാം. അത് കഴിഞ്ഞിട്ടുള്ള പാർട്ട് നോക്ക്. When two nouns are combined by, as well as with, along with, together with, accompanied by, in addition to, besides, etc., the verb agrees with the noun before the connecting word. സോ ഈ കാര്യം ഇനി പറയുന്ന 2 കാര്യങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. ഇനിയുള്ള 2 കാര്യങ്ങളാണ് ടെക്സ്റ്റിൽ തെറ്റ്. സോ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ ഒരു വേർഡ്സ് വന്നാൽ, അതായത് ആസ് വെൽ ആസ് അല്ല, വിത്ത്, അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, അക്കംപനീഡ് ബൈ, ഇൻ അഡീഷൻ ടു, ബിസൈഡ്സ്, സോ ഇതൊക്കെ വന്നാൽ എന്ത് ചെയ്യാം, നമ്മൾ എന്താ ചെയ്യണ്ടേ നോക്കാം. അവിടെ ദ വേർബ് അഗ്രീസ് വിത്ത് ദി നൗൺ ബിഫോർ ദ കണക്റ്റിംഗ് വേർഡ് എന്നാണ് പറഞ്ഞത്. സോ കണക്റ്റിംഗ് വേർഡിന് മുമ്പേ ഉള്ള അല്ലെ സാധനം ഏതാണോ, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നേ നമ്മൾ അവിടെ നോക്കണ്ടോ. മനസ്സിലായിട്ടാ? ഫോർ എക്സാമ്പിൾ നോക്കിയാ, മൈ ഫ്രണ്ട് along with the members of the board wants to go out. സോ നോക്കിയാ അവിടെ along with വെച്ചിട്ട് നമ്മളൊരു 2 ആൾക്കാരെ കണക്ട് ചെയ്യാണ്, എൻ്റെ ഫ്രണ്ടിനെയും അല്ലെ ദ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡിനെയും. സോ അല്ലെ മൈ ഫ്രണ്ട് along with the members of the board wants to go out. സോ നമ്മൾ വിചാരിക്കും അല്ലെ ദ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് വാണ്ട് അല്ലെ, അപ്പൊ നമ്മൾ മെമ്പേഴ്സ് ആയതുകൊണ്ട് അപ്പാട് അവിടെ എന്ത് ചെയ്യും, വാണ്ട് ടു ഗോ ഔട്ട് എന്നാക്കും അല്ലെ. നമ്മൾ പറഞ്ഞു കണക്റ്റിംഗ് വേർഡിന് മുമ്പ് എന്നാണ് പറഞ്ഞത്. അതായത് കണക്റ്റിംഗ് വേർഡിന് മുമ്പുള്ളത് ഏതാണോ അതിനനുസരിച്ചിട്ട് നമ്മൾ വേർബ് മാറ്റാനാ പറഞ്ഞത്. ഇവിടെ വേർബ് ഏതാ, വാണ്ട് എന്നുള്ളതാണ്. വാണ്ട് അല്ലെങ്കിൽ വാണ്ട്സ് എന്നല്ല പറയും. അത് നമ്മൾ തീരുമാനിക്കുന്നത് ഏത് വെച്ചിട്ടാണ്, കണക്റ്റിംഗ് വേർഡിന് മുമ്പ് ഉപയോഗിച്ച ആള് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ. ഇവിടെ കണക്റ്റിംഗ് വേർഡ് ഏതാണ്, കണക്റ്റിംഗ് വേർബിനെ പറ്റിയല്ല പറയുന്നത്, വേർഡ് അലോങ് വിത്ത് എന്നുള്ളതാണ് കണക്റ്റിംഗ് വേർഡ്. ഇവിടെ വേർബ് വാണ്ട്സ് എന്നുള്ളതാണ്. വാണ്ട്സിന് മുമ്പേ ഉള്ള സബ്ജക്ട് ഐ മീൻ നൗൺ ആണെങ്കിൽ അത് പ്ലൂറൽ ആണ് അല്ലെ, കാരണം ഇതാണ് ദ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ആണ്. നമ്മൾ അതല്ല നോക്കുന്നത് അല്ലെ, കണക്റ്റിംഗ് വേർഡിന് മുമ്പുള്ള നൗൺ എന്താണ്, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ. സോ അത് അല്ലെ മൈ ഫ്രണ്ട് ആണ്. മൈ ഫ്രണ്ട് എന്നുള്ളത് ഒരാളെ പറ്റിയാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് സിംഗുലർ. ഒന്നുകൂടി മനസ്സിലാണ്ടിട്ട് താഴെയുള്ള എക്സാമ്പിൾ കൂടി നോക്കുക. The students as well as the bus conductor were responsible for the trouble. സോ നമ്മൾ ആസ് വെൽ ആസ് വെച്ചിട്ട് അല്ലെ ഒരു കാര്യം പറയാണ്, 2 ആൾക്കാരെ കണക്ട് ചെയ്യാണ്. ആരൊക്കെയാണ് ആൾക്കാർ, സ്റ്റുഡൻസും ബസ് കണ്ടക്ടർ. സോ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒന്നിലധികം ആൾക്കാരാണ് അല്ലെ, കുട്ടികൾ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്. ബസ് കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഒരാളെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സോ ഇവിടെ കണക്റ്റിംഗ് വേർഡ് ഏതാ, ആസ് വെൽ ആസ്. സോ അതിന്റെ മുമ്പിൽ ആരാണ്, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ, പ്ലൂറൽ ആണ്. സോ നമ്മൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ആ കാര്യം ചെയ്യാം. മനസ്സിലായിട്ടുണ്ടാ? ഇനിയിപ്പോൾ നമ്മൾ സെന്റൻസിലെ സ്ട്രക്ചർ മാറ്റുകയാണ്. നമുക്ക് കണ്ടക്ടറെ ആദ്യം എടുത്ത് വെക്കാം. സോ ദ കണ്ടക്ടർ ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ് വരുമ്പോൾ എന്ത് വരും, വാസ് റെസ്പോൺസിബിൾ ഫോർ ദ ട്രബിൾ. ബിക്കോസ് അല്ലെ കണക്റ്റിംഗ് വേർഡിന് മുമ്പ് നമ്മൾ കണ്ടക്ടറെ കൊണ്ടുപോയി വെച്ചു അല്ലെ. അതായത് നമ്മൾ ഈ എക്സാമ്പിൾ ഒന്ന് മാറ്റി എഴുതി. ഇനിയാണ് നെക്സ്റ്റ് നോക്ക്,
നെക്സ്റ്റ് ആയിട്ടുള്ളത് when two different nouns are combined by either or, neither nor or etc. The verb agrees with the nearest noun. സോ നിയറസ്റ്റ് noun എന്ന് പറയുമ്പോൾ നിയറസ്റ്റ് ടു ദി വേർബ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, നേരത്തെ നമ്മൾ കണക്റ്റിംഗ് വേർഡ് ആണ് പറഞ്ഞത്, നിയറസ്റ്റ് ടു ദ കണക്റ്റിംഗ് വേർഡ്. ഇവിടെ നിയറസ്റ്റ് ടു ദി വേർബ് ആണ്. കേസ് മാറി, നമുക്ക് ഓർമ്മിക്കുക. മനസ്സിലായിട്ടുണ്ടാ? സോ നൈദർ നോർ, ഐദർ ഓർ നോർ എല്ലാം വന്നാൽ എന്ത് ചെയ്യാം? നമ്മളെ വേർബിനടുത്ത് ആരാണുള്ളത് എന്നാണ് നോക്കേണ്ടത്. സോ നമ്മൾ നേരത്തെ നോക്കിയത് കണക്റ്റിംഗ് വേർഡിനടുത്ത് ആരാണെന്നാണ് അല്ലെ? സോ നോക്കാം, എക്സാമ്പിൾ നോക്കിയ either the boy or his friends are responsible for the damage. അല്ലെ? സോ നമ്മൾ രണ്ട് ആൾക്കാരെ ഐദർ ഓർ വെച്ച് പറയാണ്. ഒന്നുകിൽ ആ ബോയ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരെ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെ ഈ ഒരു ഡാമേജ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സോ ബോയ് അല്ലെ? സോ നമ്മൾ നോക്കുകയാണ്, കണക്റ്റിംഗ് വേർഡിന് മുമ്പേ ഐദർ ഓർ എന്ന് പറയുമ്പോൾ ഓറിന് മുമ്പേ ഉള്ള സാധനം എന്താണെന്നൊന്നല്ല നോക്കേണ്ടത്, ഏതാണ്. സോ ഇവിടെ വേർബ് ഏതാണെന്നാണ് നോക്കേണ്ടത്. ഐദർ ദ ബോയ് ഓർ ഹിസ് ഫ്രണ്ട്സ് ആർ റെസ്പോൺസിബിൾ അല്ലെ, ഉത്തരവാദിത്തപ്പെടുക എന്നുള്ള ഒരു ആക്ഷനാണ്. സോ അതാണ് വേർബ്. മനസ്സിലായിട്ടുണ്ടാ? സോ അതിനു മുമ്പിൽ ആരാ? ഫ്രണ്ട്സ് ആണ്. സോ ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമ്മൾ ആർ വെച്ചു. മനസ്സിലായിട്ടുണ്ടാ? ഫ്രണ്ട്സ് ആർ. either the boy or his friends are responsible for the damage. ഇതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകൂടി നമുക്കിത് തിരിച്ചെഴുതാം. അല്ലെ, ഒന്ന് മാറ്റി എഴുതി നോക്ക്. either his friends or the boy, അങ്ങനെയാണെങ്കിൽ എന്ത് വരും? either his friends or the boy is responsible for the damage. മനസ്സിലായിട്ടുണ്ടാ? സോ റെസ്പോൺസിബിളിന്റെ അടുത്ത് ഫ്രണ്ട്സിന്റെയും റെസ്പോൺസിബിളിന്റെയും ആ ഒരു വേർബിന്റെയും ഇടയ്ക്ക് ആയിട്ട് കിടക്കേണ്ടത് ആരാണെന്ന് തീരുമാനിക്കാൻ നമ്മൾ വേർബിന്റെ അടുത്ത് ആരാണ് നിൽക്കുന്നതെന്ന് നോക്കിയാൽ മതി. എന്നിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നടുക്ക് വരേണ്ട ആളെ തീരുമാനിക്കുക. പിന്നെ അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. neither the teachers nor my friend tries to help me. കാരണം നൈദർ നോർ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നതാണ്. നമ്മൾ ആൾറെഡി പറഞ്ഞു അല്ലെ, ഐദർ ഓർ, നൈദർ നോർ, ഓർ നോർ ഇത് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അല്ലെ, വേർബിന്റെ മുമ്പിൽ ആരാണെന്നാണ് നോക്കേണ്ടത്. മനസ്സിലായിട്ടാ? സോ നൈദർ ദ ടീച്ചർ നോർ മൈ ഫ്രണ്ട് അല്ലെ, ഫ്രണ്ട് ആണ് ഈ ട്രൈ ചെയ്യുക എന്നുള്ള ആക്ഷന്റെ മുമ്പിൽ വരുന്നത്. സോ ട്രൈ എന്നുള്ളതാണ് ആ സെന്റൻസിലെ വേർബ്. സോ നോർ മൈ ഫ്രണ്ട് ട്രൈസ് ടു ഹെൽപ്പ് മീ. ഒന്ന് മാറ്റി എഴുതി നോക്ക്, അപ്പൊ നമുക്കതൊക്കെ ഒന്നുകൂടി വ്യക്തമാവും. നൈദർ മൈ ഫ്രണ്ട് നോർ മൈ ടീച്ചേഴ്സ് അല്ലെ, അപ്പൊ എന്ത് വരും അവിടെ? ട്രൈ അല്ലെ, കാരണം ട്രൈന്റെ നേരെ തൊട്ടിപ്പുറം എന്താ ആരാ വരുന്നത്? ടീച്ചേഴ്സ് ആണ്, പ്ലൂറൽ ആണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ട്രൈ വെക്കും. മനസ്സിലായിട്ടാ? ട്രൈ ടു ഹെൽപ്പ് മീ എന്ന് വരും. അപ്പോ സോ ഈ രണ്ട് കാര്യവും ഈ നോട്ടിൽ നിന്ന് പഠിക്കുക. ടെക്സ്റ്റിലുള്ള ഒരു കാര്യം തെറ്റാണ്. നമുക്ക് നോക്കാം. അടുത്തതായിട്ട് എന്താ പറയുന്നത്? അതാണ് അല്ലെ നമ്മൾ പറഞ്ഞത്. സോ സം നൗൺസ് ടുഗദർ ആർ കൺസിഡേർഡ് സിംഗുലർ എൻറ്റിറ്റി, അത് പറഞ്ഞു. സംടൈംസ് ദീസ് കോമ്പൗണ്ട് നൗൺസ് ഫീച്ചർ എ പ്ലൂറൽ ആൻഡ് എ സിംഗുലർ നൗൺ ജോയിൻഡ് ബൈ ഓർ. When this occurs, the verb should agree with the closest noun, in this case plural. The government or the representatives are responsible. സോ ആ ഒരു കാര്യം നോക്കണ്ട, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ ഒരു പോയിന്റ്. കാരണം നമ്മളത് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം ഓർ വെച്ചിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായിട്ടുണ്ടോ? സോ ആ ഒരു കാര്യം അതങ്ങ് അവോയ്ഡ് ചെയ്തേക്ക്. നെക്സ്റ്റ് ആയിട്ടുള്ള കാര്യവും അവോയ്ഡ് ചെയ്തേക്ക്. കാരണം നെക്സ്റ്റ് പോയിന്റ് റോങ് ഐഡിയ ആണ്. ഈ ടെക്സ്റ്റിലുള്ള ഒരു മിസ്റ്റേക്ക് ആണത്. എന്താണത് പറയുന്നത്? when two or more singular subjects are connected by neither nor, either or, we use the plural verb form. അത് തെറ്റാണ്, അങ്ങേയറ്റത്തെ മണ്ടത്തരമാണ്. സോ നൈദർ റോൺ നോർ ഹാരി ലൈക്സ് ദ പെയിന്റിംഗ് ആണ് വേണ്ടത്, ലൈക്സ് ആണ് വേണ്ടത്, ലൈക്ക് അല്ല. മനസ്സിലായിട്ട്? അതുകൊണ്ട് പറഞ്ഞത് ആ ഒരു നോട്ട് ബുക്കിലുള്ള കണ്ടീഷൻ എന്താണോ ആ ഒരു രണ്ട് കണ്ടീഷൻ ഞാൻ പറഞ്ഞത് അത് അവിടെ നിന്ന് പഠിക്കാം. സോ ഈ ഒരു ഓർ നോർ ഇങ്ങനെയുള്ളതിന്റെ കാര്യത്തിൽ നമുക്ക് ഈ ടെക്സ്റ്റിൽ എടുക്കണ്ട. സോ നെക്സ്റ്റ് നോക്ക്.
When a third person and a first person are both mentioned as subject, we use the plural verb form. So third person അല്ലെ ഒക്കെ വരുമ്പോൾ എന്താണ് പ്ലൂറൽ വെർബ് ഫോം വെക്കുമെന്ന് നമ്മൾ പറഞ്ഞു. നമുക്കറിയാം അല്ലെ, ഷീ ആൻഡ് ഐ ആർ ഷെയറിങ്. ആൻഡ് വെച്ചിട്ട് രണ്ടാളെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്ലൂറൽ ആണ് ഉപയോഗിക്കുക. സിംഗുലർ ആവണ്ടിക്കൽ നമ്മൾ ഒരു സിംഗിൾ ഐഡിയ അല്ലെ, ലോ ആൻഡ് ഓർഡർ എന്നൊക്കെ പറയും പോലെ ഒറ്റയായിട്ട് എടുക്കുന്ന ഐഡിയ വരണം. അല്ലെങ്കിൽ നമ്മൾ എല്ലാ അവസരത്തിലും പ്ലൂറലാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത നോക്ക്, pronouns such as each, everybody, etc. take on singular verbs ആണ്. സോ ഈച്ച് അല്ലെ, എവ്രിബഡി ഇതൊക്കെ എന്താണ് സിംഗുലർ ആണ്. എവ്രി വൺ അല്ലെ, എനി വൺ, എനി ഇതൊക്കെ എന്താണ് സിംഗുലർ ആണ്. എനി വൺ ക്യാൻ ഡു ദിസ് അല്ലെ, എനി വൺ ഹാസ് എന്നൊക്കെയാണ് വരിക. സോ ഈച്ച് ഓഫ് ദോസ് ബോയ്സ് ഈസ് എഡ്യൂക്കേറ്റഡ്. ഈച്ച് ഓഫ് ദോസ് ബോയ്സ് ആണ്. സോ നമ്മൾ ബോയ്സിനെ പറ്റിയാണ് പറയുന്നത്. ബട്ട് ഈച്ച് ഉപയോഗിച്ചത് കൊണ്ട് ആദ്യം അല്ലെ എന്തായി, അത് ഈസായി. മനസ്സിലായിട്ടുണ്ടാ? അത് അവിടെ ബോത്ത് ആണെങ്കിലോ അല്ലെ, ബോത്ത് ഓഫ് ദീസ് ബോയ്സ് ആർ എന്നാണ് വരിക അല്ലെ. ബോത്ത് ഓഫ് ദീസ് ബോയ്സ് ആർ എഡ്യൂക്കേറ്റഡ്. നമ്മളിവിടെ ഈസ് വെച്ചത് കൊണ്ടാണ് ഈച്ച് വെച്ചത് കൊണ്ടാണ് എന്ത് വന്നത്, ഈച്ച് ഓഫ് ദോസ് ബോയ്സ് ഈസ് എഡ്യൂക്കേറ്റഡ് വെക്കേണ്ടി വന്നത്. നെക്സ്റ്റ് വൺ നോക്കി, വേർഡ്സ് കണക്റ്റഡ് ടു എ സിംഗുലർ സബ്ജക്റ്റ് ബൈ, വിത്ത്, ടുഗദർ വിത്ത്, ആസ് വെൽ ആസ് ഡു നോട്ട് ചേഞ്ച് ദ സിംഗുലാരിറ്റി ഓഫ് ദ വേർബ്. സോ എന്താ പറഞ്ഞത്, നമ്മൾ അല്ലെ, നമ്മൾ ആൾറെഡി പറഞ്ഞ കാര്യമാണ്. സോ നമ്മൾ നോട്ടിൽ പറഞ്ഞൊരു കാര്യമാണ്, വിത്ത് അലോങ് വിത്ത് ഒക്കെ വെക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത്. സോ ആ ഒരു റൂളും നിങ്ങൾ എന്ത് ചെയ്യണ്ട, നോക്കണ്ട. അല്ലെ, നോക്കുക അവിടെ സിംഗുലർ ആയിട്ടുള്ള ഐഡിയാസിനെയാണ് അവിടെ കണക്ട് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ ഇവിടെ പ്ലൂറൽ ആണെങ്കിലോ ഒരാള് അല്ലെ. സോ നമ്മളെ ടെക്സ്റ്റിൽ പറയുന്നത് സിംഗുലറിനെ പറ്റി മാത്രമാണ്. ഞാൻ ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ അവിടെ ഒരു പ്ലൂറൽ ആണെങ്കിലോ, ഹി ആൻഡ് ഹി സിസ്റ്റർ എന്നുള്ളതാണ്. സോ അവിടെ നമ്മൾ അല്ലെ എന്താണ്, ദേ ആൻഡ് ദർ സിസ്റ്റർ എന്ന് പറയാണ്. സോ അപ്പോൾ അവിടെ ദേ വരുമ്പോൾ എന്താ കണ്ടീഷൻ വരിക? സോ അത് നമ്മൾ ആൾറെഡി പറഞ്ഞു അല്ലെ, എന്താണ് കണക്റ്റിംഗ് വേർഡിന് മുമ്പേ എന്തുണ്ട് അതിനനുസരിച്ച് വെക്കുകയാണ്. ദേ ആൻഡ് ദർ സിസ്റ്റർ, അപ്പോൾ എന്ത് വരും, ആർ ആണ് വരിക അല്ലെ. ദേ ആൻഡ് ദർ സിസ്റ്റർ ആർ ഹിയർ എന്നുള്ളതാണ് വരിക. മനസ്സിലായിട്ടുണ്ടാ? നമ്മൾ കണക്റ്റിംഗ് വേർഡിന് മുമ്പേ വെച്ചിരിക്കുന്ന 2 പോയിന്റ്സ് ആണ് ഞാൻ നോട്ട് ബുക്കിൽ നിന്ന് പറഞ്ഞു തന്നത്. സോ അത് ഇവിടെ ഒരു 5-6 പോയിന്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. സോ ആ 2 പോയിന്റ് നോട്ടിൽ നിന്ന് പഠിച്ചാൽ നമുക്ക് എന്താണ് ഈ എളുപ്പത്തിൽ ഇതൊക്കെ ഓർത്ത് വെക്കാം എന്നുള്ളതാണ്. കാരണം ടെക്സ്റ്റിൽ അല്ലെ മിസ്റ്റേക്കും അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞു അല്ലെ, സിംഗുലർ കണക്ട് ചെയ്യുന്നു പറഞ്ഞു, ബട്ട് അവിടെ ഒരു പ്ലൂറൽ ആണെങ്കിലോ എന്നുള്ളതിന് അവിടെ ഉത്തരം ഇല്ല. സോ അപ്പൊ നമ്മൾ അവിടെ അല്ലെ ദേ വെച്ചിട്ട് അല്ലെ സിസ്റ്ററിനെയും വെച്ചപ്പോ നമുക്ക് അല്ലെ മനസ്സിലായി എന്താണ് വരിക എന്നുള്ളത്. നെക്സ്റ്റ് നോക്ക്, നെക്സ്റ്റ് വൺ, it is not just the verb to be and the other auxiliaries that have to agree with the subject. Other verbs also have to match the singular or plural subject. സോ എന്താ പറയുന്നത്, എന്താ പറയുന്നത്, അതായത് ഒരു സെന്റൻസിൽ അല്ലെ സബ്ജക്റ്റും വേർബും മാത്രമല്ല മാറുക, അതിന്റെ അല്ലെ കൂടെ ആ സെന്റൻസിൽ വേറെ സബ്ജക്റ്റ് വരുന്നുണ്ടെങ്കിൽ അല്ലെ വേർബിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ സബ്ജക്റ്റിനും വേർബിനും അനുസരിച്ച് അതിനെയും കൂടി മാറ്റേണ്ടി വരും. സോ അല്ലെ ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ആ ഒരു സെന്റൻസിലെ മുഴുവൻ ആൾക്കാരും അല്ലെ ചിലപ്പോൾ സിംഗുലറിലേക്ക് കൊണ്ടുവരേണ്ടി വരും എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് നോക്കി, അത് അത്ര വലിയൊരു പോയിന്റ് അല്ല, കാരണം ഈ ഒരു എക്സാമ്പിളിലും അത് കാണിക്കപ്പെടുന്നില്ല നമ്മൾ അല്ലെ പറയുന്ന കാര്യം എന്താണെന്നുള്ളത്. സോ നമ്മൾ അതിനനുസരിച്ച് എന്തെങ്കിലും കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. സോ നോക്ക് നെക്സ്റ്റ് പോയിന്റ്, കളക്റ്റീവ് നൗൺസ് such as assembly, crowd, audience, family, class, group, committee, team, etc. often taken the singular form because they are considered a unit.
എ സിംഗിൾ എൻറ്റിറ്റി. സോ എന്താണ്, കളക്റ്റീവ് നൗൺസിനെ നമ്മൾ എപ്പോഴും സിംഗിൾ ആയിട്ടാണ് കണക്കാക്കുക, സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുക. നോക്ക്, ദ കമ്മിറ്റി ഈസ് മീറ്റിംഗ് ദിസ് ഫ്രൈഡേ ടു ഡിസ്കസ് ദ ഇഷ്യൂ. സോ ദ കമ്മിറ്റി എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, കളക്റ്റീവ് നൗൺ. But if the members of the group are not acting together but acting as individuals, you can use a plural verb form. So ഇനിയിപ്പോൾ മെമ്പേഴ്സ് അല്ലെ എന്ത് ചെയ്യാണ്, അടിച്ചു പിരിഞ്ഞെങ്കിൽ അല്ലെ നമുക്ക് എന്ത് ചെയ്യാം, ദ കമ്മിറ്റി ആർ എന്ന് പറയേണ്ടി വരും. സോ അവിടെ ഒരു ഐക്യമില്ല, അല്ലെ നമ്മൾ ഗ്രൂപ്പ് എന്ന രീതിയിൽ അവിടെ ചിന്തിക്കുന്നില്ലെങ്കിൽ അല്ലെ, സോ ഒരാളുടെ നമ്മൾ അതാ പറയുന്നു, ഒരാളുടെ അല്ലെ അറ്റാച്ച്മെന്റും അല്ല അയാളുടെ ഡിറ്റാച്ച്മെന്റ് ആറ്റിറ്റ്യൂഡും മനസ്സിലാക്കണ്ടെങ്കിൽ അയാളുടെ വാക്കുകളെ പരിശോധിച്ചാൽ മതി അല്ലെ. അയാളിപ്പോൾ പറയാണ് അല്ലെ അവർ കമ്മിറ്റി ആർ എന്ന് പറയുകയാണെങ്കിൽ അല്ലെ എന്ത് മനസ്സിലാക്കാം അല്ലെ, അവിടെ കമ്മിറ്റിയിലെ ഒരു മെമ്പറായിട്ടല്ലേ, കമ്മിറ്റിയെ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള കാണാൻ ഈ സംസാരിക്കുന്ന ആൾക്ക് കഴിയുന്നില്ല എന്ന് നമുക്കവിടെ മനസ്സിലാക്കാം. സോ അല്ലെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് പറയും, ദ കമ്മിറ്റി ഈസ് എന്ന് പറയും. So the committee have different opinion on this matter അല്ലെ. അവിടെ ഹാവ് വന്നത് എന്തുകൊണ്ടാണ്, കാരണം കമ്മിറ്റി അല്ലെ വ്യത്യസ്തമായിട്ട് ഉള്ള ആൾക്കാരല്ലേ, വ്യത്യസ്തമായിട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കമ്മിറ്റി ആയിരിക്കും. നോട്ട് ദി നെക്സ്റ്റ് ഐഡിയ, ക്ലാസ് നെയിംസ് ലൈക്ക് ഫർണിച്ചർ, സ്റ്റേഷനറി ടേക്ക് സിംഗുലർ വെർബ്സ്. ക്ലാസ് നെയിംസ് അല്ലെ നമുക്ക് എന്ത് ചെയ്യാം, ഫർണിച്ചർ, സ്റ്റേഷനറി ഇതിനൊക്കെ സിംഗുലർ ആയിട്ട് എടുക്കാം, നമുക്കത് പ്ലൂറൽ ആയിട്ടും എടുക്കാം. സോ ഓവറായിട്ട് അത് പറയണ്ട. ഇനി നെക്സ്റ്റ് നോക്കി, നെക്സ്റ്റ് പേജിലെ ഫ്യൂ മോർ സിനാരിയോ. ദ പ്രസൻസ് ഓഫ് എറേഴ്സ് വാസ് മോർ വറിയിങ് ഫോർ ദ ട്യൂട്ടർ. സോ ഇനി നോക്ക് എന്താണ് അത് പ്രശ്നം. ഇൻ ദിസ് ഇൻസ്റ്റൻസ് presence is the key phrase, not errors. So the singular form is used. The was is used. The presence of errors, the presence ആണ് അവിടെ പറയുന്നത്. The presence was എന്നാണ്. The presence was more worrying for the tutor. അല്ലെ, ഏതിന്റെ പ്രസൻസ് എന്ന് ചോദിച്ചാൽ എറേഴ്സ് എന്നുള്ള ആൻസർ ആണ്. സോ ദ പ്രസൻസ് വാസ് എന്നുള്ളതാണ്, അല്ലാതെ ദ എറേഴ്സ് എന്നുള്ള ഇതിന്റെ കൂടിയല്ല അത് ഉപയോഗിച്ചിട്ടുള്ളത്. സോ പ്രസൻസ് ആണ്, നമ്മൾ പ്രസൻസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആ ഒരു ടോപ്പിക് അല്ല ഓഫ് ദി സെന്റൻസ് എന്താണ് നോക്കുക, ആ സെന്റൻസിലെ ടോപ്പിക് എന്താണ്, ദ പ്രസൻസ് ഓഫ് എന്നുള്ളതാണ്. ദ പ്രസൻസ് ഓഫ് എറേഴ്സ് അല്ലെ, പ്രസൻസ് ഓഫ് സംതിങ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഓക്കെ, our eventual design goal for these projects is to create a user-friendly system that presents both the types of information. അതിലെന്താ തെറ്റ്? In this instance, design goal is the subject, not the projects. അല്ലേ? So അതാ പറയുന്നത്, our eventual design goal for these projects. So design goal ആണ് അവിടെ ടോപ്പിക് ആയിട്ട് വരുന്നത്. സോ പ്രോജക്റ്റിന്റെ അല്ലെ ഉള്ളിൽ പെടുന്നതാണെങ്കിലും അല്ലെ, നമ്മൾ പ്രോജക്റ്റിന്റെ പറ്റിയല്ല പറയുന്നത്, ഡിസൈൻ ഗോൾസിനെ പറ്റിയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ടോപ്പിക് ഓഫ് അല്ലെ നമ്മുടെ ടോക്ക് എന്താണ് എന്നുള്ളത് ശ്രദ്ധിക്കാം. Thus, looking for employees with a similar mindsets to move the business forward is the primary role of the HR partners at this time. ഇതിലെന്താണ്? In this instance, looking is the key phrase. So, looking for employees എന്നുള്ളതാണ്. സോ അതാണ് ടോപ്പിക് അല്ലെ, നമ്മൾ എംപ്ലോയികൾക്ക് വേണ്ടി നോക്കുക എന്നുള്ള ആക്ഷൻ. സോ മനസ്സിലായിട്ടുണ്ട്, അതാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ആ ഒരു ലിങ്ക് ഏതാണ്, നമ്മുടെ ജെറൻഡ് നൗൺ ലുക്കിംഗ് ഫോർ എംപ്ലോയീസ് എന്നുള്ളതാണ്. അവിടെ ഒരു ടെൻസിന് വേണ്ടിയിട്ടല്ല അവിടെ ING ഉപയോഗിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ജെറൻഡ് നൗൺ ആയിട്ടാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ജെറൻഡ് നൗൺ ആണെങ്കിൽ അത് അല്ലെ എന്താണ്, സബ്ജക്റ്റ് ആണ് എന്നുള്ളത്. നെക്സ്റ്റ് ആയിട്ടൊരു എന്താ തന്നിട്ടുള്ളത്, ഒരു സെന്റൻസ് അല്ലെ കറക്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. ദ ഗ്രൂപ്പ് അല്ലെ, ദ ഗ്രൂപ്പ് എന്താണ്, ഈസ് ആണ്. ദ ഗ്രൂപ്പ് ഈസ് മേഡ് അപ്പ് ഓഫ് 6 ടീച്ചേഴ്സ്. അതിനെ അടുത്ത് നോക്കി, ദ വാരിയസ് റോൾസ് ഓഫ് ദി സൂപ്പർവൈസർ
ഇത് സൂപ്പർവൈസറെ പറ്റിയല്ല ഇവിടെ പറയുന്നത്, സൂപ്പർവൈസറിന്റെ റോളിനെ പറ്റിയാണ്. സോ ആ ഒരു സെന്റൻസിന്റെ ടോപ്പിക് എന്താണ്? ദ വേരിയസ് റോൾസ് ഓഫ് ദ സൂപ്പർവൈസേഴ്സ്, അതാണ് ടോപ്പിക്. സോ ദ വേരിയസ് റോൾസ് ആണ് ടോപ്പിക്. സോ അപ്പോൾ എന്ത് പറയണം? ദ വേരിയസ് റോൾസ് ആർ. വേരിയസ് റോൾസ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്. ഇനി നെക്സ്റ്റ് നോക്കിയാ, there was അല്ലെങ്കിൽ were an issue with one of the employees. So എന്താണ്? there was അല്ലെ was an issue with one of the employees എന്നുള്ളതാണ്. സോ നമ്മൾ എന്തിനെ പറ്റിയാണ് പറയുന്നത് അവിടെ? an issue അല്ലെ, an issue ആണ് അവിടെ ടോപ്പിക്. മനസ്സിലായിട്ടുണ്ട്? അതേർ എന്നുള്ളത് വെച്ച് തുടങ്ങിയത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാകാൻ. നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എന്ന് വെച്ച് തുടങ്ങുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ദേർ വെച്ച് തുടങ്ങുന്നതാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരാമെന്ന് ആദ്യമേ പറഞ്ഞതാണ്. അതിന് നെക്സ്റ്റ് നോക്കി, ഇവിടെ എംപ്ലോയി ഒന്നല്ല ടോപ്പിക് അല്ലെ, ആൻ ഇഷ്യൂ എന്നുള്ളതാണ്. ഇനി നോക്ക് നെക്സ്റ്റ്, പ്രോബ്ലംസ് അറ്റ് വർക്ക് വാസ് അല്ലെങ്കിൽ വേർ. പ്രോബ്ലംസ് അറ്റ് വർക്ക് എന്നുള്ളതാണ്. സോ പ്രോബ്ലംസ് ആണ് അവിടെ subject. So problems at work were also another reason for the participants' low self-esteem. Problems at work were എന്നുള്ളതാണ്. Next, okay. In this case, it was not the students but the teacher who was eventually educated. So അല്ല എന്താണ്? It was the teacher who was ആണ്, where അല്ല. Next, okay. Phrases indicating quantity. Quantity കാണിക്കുന്ന phrases. When using phrases that indicate portions or quantity, that is majority, percentage, sum, etc., the noun after of determines whether to use a singular or plural verb. So എന്താ പറയുന്നത്? ഓഫിന് ശേഷമുള്ളത് സിംഗുലർ ആണോ ആണെങ്കിൽ അല്ല, ഇപ്പുറത്തും സിംഗുലർ വേർബിന്റെ കൂടെ സിംഗുലർ ചേർക്കാം. സോ അത് ഓഫ് വെച്ചിട്ട് അല്ലെ എന്താ പറഞ്ഞിട്ടുള്ളത്? പോർഷൻസോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയോ കാണിക്കുന്ന ഫ്രേസസ് നോക്കാം. എ തേർഡ് ഓഫ് ദ പീപ്പിൾ ആർ അൺഹാപ്പി വിത്ത് ദ സർവീസ്. എ തേർഡ് ഓഫ് ദ പീപ്പിൾ അതല്ല, എന്താണ്? ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് അല്ലെ, ഇത്ര അളവ് എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ അത് എന്താണ്? ഇത്ര അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ സിംഗുലർ ആയിട്ടും പറയാം, പ്ലൂറൽ ആയിട്ടും. സോ നമ്മൾ നോക്ക്, പ്ലൂറൽ ആയതുകൊണ്ട് അല്ലെ എന്താണ് അവിടെ പ്ലൂറൽ ചേർക്കുന്നു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് നോക്ക്, എ തേർഡ് ഓഫ് ദ കൺട്രി ഈസ് ആരബൽ ലാൻഡ്. എന്താ പറയുന്നത്? അതിവിടെ സിംഗുലർ ആയിട്ട് ഉപയോഗിച്ചത്. എ തേർഡ് ഓഫ് ദി കൺട്രി എന്ന് തന്നെയാണ് അല്ലെ, പ്ലൂറൽ മീനിങ് വരുന്നതാണ്. ബട്ട് കൺട്രി ആണ് ഇവിടെ അല്ലെ, നേരത്തെ പീപ്പിൾ ആയിരുന്നു. മനസ്സിലായിട്ടുണ്ടാ? സോ ദ കൺട്രി ആയതുകൊണ്ട് ഈസ്. നെക്സ്റ്റ് പേജ് എടുക്കുക, പേജ് നമ്പർ 36. മാച്ച് ദ കോമ്പൗണ്ട്സ് ഓർ ക്വാണ്ടിറ്റീസ് വിത്ത് ദ verb that it should follow. One has been done for you. സോ അങ്ങനെയല്ല മാച്ച് ചെയ്യാനോ പറഞ്ഞത്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്ത് വേർബും കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഹാഫ് ഓഫ് ദ പാർട്ടിസിപ്പൻസ് നമുക്ക് എന്ത് പറയാം? ആർ എന്ന് തന്നെ പറയാം അല്ലെ. ഹാഫ് ഓഫ് ദ പാർട്ടിസിപ്പൻസ് ആർ അല്ലെ, നമ്മൾ പറയാൻ ഒരു സെന്റൻസ് ആക്കി പറയാൻ നോക്ക്. ഹാഫ് ഓഫ് ദ പാർട്ടിസിപ്പൻസ് ആർ ലേസി അല്ലെ, ലേസി വർക്കേഴ്സ്. സെക്കൻഡ് നോക്കി, ഗ്രൂപ്പ് വർക്ക് ഓർ ഇൻഡിവിജ്വൽ വർക്ക് വാസ്. ഗ്രൂപ്പ് വർക്ക് ഓർ ഇൻഡിവിജ്വൽ വർക്ക് വാസ് എന്നുള്ള രീതിയിൽ അലോട്ടഡ് ടു ഈച്ച് അല്ലെ പേഴ്സൺ എന്നതാണ്, ഓർ എവറി വൺ എന്നൊക്കെ എഴുതി പറയാം. നെക്സ്റ്റ് നോക്കി, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. അതൊരു കോമ്പൗണ്ട് നൗൺ ആണ് അല്ലെ, നമ്മൾ ബ്രെഡ് ആൻഡ് ബട്ടർ എന്നൊക്കെ പറയും പോലെ ഉപയോഗിച്ചത്. സോ കോമ്പൗണ്ട് നൗൺ ആയതുകൊണ്ട് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഈസ് ആണ്. നെക്സ്റ്റ് നോക്ക്, എ തേർഡ് ഓഫ് ദി വർക്കേഴ്സ്. എ തേർഡ് ഓഫ് ദി വർക്കേഴ്സ് വേർ ആണ്, വർക്കേഴ്സ് ആയതുകൊണ്ട്. മനസ്സിലായിട്ടുണ്ടോ? എ തേർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെ, ഇവിടെ നമ്മൾ വർക്കേഴ്സ് എന്നുള്ളത് പ്ലൂറൽ ആണ്. നെക്സ്റ്റ് നോക്ക്, ദ ടീച്ചേഴ്സ് ഓർ ദ ഹെഡ് മാസ്റ്റർ ഹാസ് ആണ്. ദ ടീച്ചേഴ്സ് ഓർ ദി ഹെഡ് മാസ്റ്റർ
എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഒരു കണ്ടീഷൻ എന്താണ്, either or neither nor or വന്നാൽ വേർബിന്റെ തൊട്ട് മുമ്പിൽ എന്താണ് ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വെക്കുക. മനസ്സിലായിട്ടാ? സോ ഇവിടെ വേർബിന്റെ തൊട്ട് മുമ്പ് എന്താ വരിക, ദ ടീച്ചർ ഓർ ദ ഹെഡ് മാസ്റ്റർ കഴിഞ്ഞിട്ട് ഒരു വേർബ് എന്തായാലും വരും അല്ലെ. ദ ടീച്ചർ ഓർ ദ ഹെഡ് മാസ്റ്റർ ഹാസ് ടു ഓർഡർ എന്നൊക്കെ പറയും അല്ലെ. ഓർഡർ ഫോർ ഹിസ് പാരൻസ് ടു കം ടു സ്കൂൾ എന്നൊക്കെ പറയാം. സോ അപ്പൊ എന്താണ്, അങ്ങനെയാണ് വരിക. നെക്സ്റ്റ് നോക്കിയാൽ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. When these pronouns are the subjects of sentences, it is always difficult to know whether to use a singular or plural verb. Some take singular or plural with others, while others can take both. താഴെ പറയുന്നതിലല്ലേ എന്താണ് ഒരു ലിസ്റ്റ് ഓർമ്മിച്ച് വെക്കുക. കാരണം പലപ്പോഴും നമുക്കിത് കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ ഏതൊക്കെയാണ്, അനദർ അല്ലെ, അനദർ വെച്ചിട്ട് അനദർ മാൻ അല്ലെ, ഹാസ് ഓക്കെ പറയാം. പിന്നെന്താണ് ഈച്ച് മാൻ ഓക്കെ ഹാസ്, ഹിംസെൽഫ് മച്ച് അതുപോലെ എന്താണ് സിംഗുലർ ആണ്. ഇനി അടുത്ത നോക്കി പ്ലൂറൽ വെച്ചിട്ട് ബോത്ത് അല്ലെ, ബോത്ത് ഓഫ് ദം ആർ അല്ലെ നമ്മൾ പറയും. ഫ്യൂ ഹാവ് കം ഫോർ ദ മീറ്റിംഗ് ഓക്കെ. സോ ഇനി നെക്സ്റ്റ് ദീസ് അല്ലെ, മെനി ഒക്കെ ആണ്. പിന്നെ അടുത്തത് നോക്ക് ബോത്ത് അതായത് ബോത്ത് എന്ന് പറയുമ്പോൾ ക്യാൻ ബി യൂസ്ഡ് ബോത്ത് ആസ് എ സിംഗുലർ ആൻഡ് പ്ലൂറൽ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഏതൊക്കെയാണ്, ഓൾ, മോസ്റ്റ്, സം, എനി, മോർ, ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത്. അത് കോണ്ടെക്സ്റ്റിനനുസരിച്ച് നമുക്ക് മാറ്റാം. നെക്സ്റ്റ് നോക്ക്, select a suitable pronoun from the options in the box to start off these sentences. എന്തൊക്കെയാ, ഈച്ച്, എവറി വൺ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലേ നോക്ക്. സോ ഏതാ മാച്ച് ആവുക, ഒന്നാമത്തത് മെനി ആണ് അല്ലെ. മെനി ഹാവ് ട്രൈഡ് ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ദി കമ്പനി അല്ലെ. മെനി എന്ന് ഉദ്ദേശിച്ചത് മെനി പീപ്പിൾ എന്നുള്ളതാണ്. നെക്സ്റ്റ് ഏത്, സെക്കൻഡ് വരും ലിറ്റിൽ എന്നുള്ളതാണ്. ലിറ്റിൽ ഹാസ് ബീൻ ഡൺ ടു അഡ്രസ് ദീസ് ഇഷ്യൂസ് പ്രോപ്പർലി അല്ലെ. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അല്ലെ, ഒട്ടുമില്ല എന്നുള്ളതാണ്. സോ അല്ലെ, ആരും ഒന്നും ചെയ്തില്ല ഈ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് അഡ്രസ് ചെയ്ത് അല്ലെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട്. ഇനി തേർഡ് വൺ ഇത് വരും എനിബഡി ആണ് അല്ലെ. എനിബഡി ഈസ് വെൽക്കം ടു പാർട്ടിസിപ്പേറ്റ് അണ്ടർ ദിസ് ന്യൂ സ്കീം അല്ലെ. ആർക്കും വരാം എന്നുള്ളതാണ്, ആർക്കും മുമ്പോട്ട് വരാം. ഇനി ഫോർത്ത് വൺ എന്ത് വരും, എവ്രി വൺ അല്ലെ. എവ്രി വൺ ഹാസ് എൻ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് ചൂസൺ അല്ലെ. ഓരോ ആൾക്കും എവ്രി വൺ അല്ലെ. എവ്രി വൺ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും എന്നാണ്. ഓരോ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്, അതുകൊണ്ടാണ് ഹാസ് വന്നത്. ഇനി അഞ്ചാമത്തെ എന്ത് വരും, സം ആണ് അല്ലെ. സം പീപ്പിൾ ബിലീവ് ദിസ് ഈസ് എ മിസ്റ്റേക്ക് അല്ലെ. അങ്ങനെ 6 വൺ എന്താണ്, ഈച്ച് അല്ലെ. ഈച്ച് വർക്കർ മസ്റ്റ് സൈൻ ഔട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. അതിന് താഴെ എന്താണ്, ടാസ്ക് 5 കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താ പറയുന്നത്, കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് അല്ലെ താഴെ കൊടുത്ത ഒരു പാരഗ്രാഫിൽ. അത് കറക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ നോക്കാം, ദ റിസർച്ച് എയിം ഹാവ് ബീൻ എന്നുള്ളത് അവർ കറക്റ്റ് ചെയ്ത് ഹാസ് ആക്കിയിട്ടുണ്ട്. റിസർച്ച് എയിം ഹാസ് ബീൻ അഡ്രസ്ഡ്. അതിനടുത്ത് നോക്ക്, നൗ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ വേർ ബി ഡിസ്കസ്ഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നൗ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ എന്താ പറയാ, ആർ ഡിസ്കസ്ഡ്. നൗ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ ആർ ഡിസ്കസ്ഡ്. അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്, നൗ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ ആർ ബീങ് ഡിസ്കസ്ഡ് എന്ന് പറയാം. ആർ ബീങ് അതായത് ഇപ്പോഴും അല്ലെ എന്ത് ചെയ്യേണ്ടിരിക്കാം, അതേ ഡിസ്കഷൻ നടന്നുകൊണ്ടേ ഇരിക്കുകയായിരിക്കാം അല്ലെ. പ്രോഗ്രസ് ചെയ്യാൻ ഇപ്പോഴും ഉണ്ട് ആയിരിക്കാം, അതിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. നൗ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ ആർ ബീങ് ഡിസ്കസ്ഡ്. തേർഡ് എന്ത് പറയാം, നെക്സ്റ്റ് നോക്ക്, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഇൻഡെപ്ത് ഇന്റർവ്യൂസ് ആർ സെലക്ടഡ് ഫോർ ദിസ് സ്റ്റഡി. സോ നമ്മൾ അല്ലെ ആൻഡ് വെച്ചിട്ട് കണക്ട് ചെയ്തതാണ്. സോ ആറാണ് വരിക.
Next, okay. The conversation in each focus group need to be encouraged. Like the conversation in each focus group needs to be. Each vannadondana. And next, okay. Examples of secondary research can be used in this study. Used in this study are എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലിസ്റ്റ് പറയുക. സോ ദ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു. ദ എക്സാമ്പിൾസ് ആർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ എക്സാമ്പിൾസ് ആർ ഇത് അല്ല ഇങ്ങനെ വരുന്നതാണ്. എന്തൊക്കെയാണ് ഈ ജേർണൽസ്, ബുക്സ് എന്നൊക്കെയാണ്. നമ്മൾ എക്സാമ്പിൾസിനെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആറ് വെച്ചത്. So now we have finished the chapter. We will meet again in the next class with some other topics from the same textbook.